ഹായ് ഓൾ വെൽക്കം ടു എക്സാം ബൈ ഒളിമ്പ്യാഡ്. സോ ഇന്ന് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ ഒരു ടോപ്പിക് എന്ത് ചെയ്യാണ്, വൈൻഡപ്പ് ചെയ്യാണ്. എന്നാൽ വൈൻഡപ്പ് സെഷനും കൂടിയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൽ പഠിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പായിട്ട് നമ്മൾ ഓൾജിബ്ര എന്ന് പറഞ്ഞ സെക്ഷൻ പഠിച്ചിട്ടുണ്ട്. അതിൽ 3 ക്ലാസ് ഓൾറെഡി കവർ ചെയ്ത് ക്വാഡ്രാറ്റിക്കിൽ ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് 4 ക്ലാസ് ആയി. സോ ലൈക്ക് 7 ലെക്ചേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടു പോകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ DPPs കാര്യങ്ങളൊക്കെ നമ്മൾ എക്സാം വൈൽ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. അവർ കൃത്യമായിട്ട് ചെയ്തിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നിങ്ങൾ പഠിച്ച് പോവുക. ലൈക്ക് ഇന്ന് നമ്മൾ കാര്യമായിട്ട് പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. എന്താണ് മിസ്ലേനിയസ് ടൈപ്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ്, വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് അത്തരം കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ലൈക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നതാണ് ഇന്ന് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? സോൾവ് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 3 ഈക്വൽ ടു 12. നമ്മൾ സ്ഥിരം കാണുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ടൈപ്പ് അല്ല അല്ലേ. ലൈക്ക് റൂട്ടൊക്കെ വരുന്നുണ്ട്, സ്ക്വയർ വരുന്നുണ്ട്, എക്സ് സ്ക്വയറിൻ്റെ ടേം ഉണ്ട്. പക്ഷേ കൈൻഡ് ഓഫ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഇവിടെ മനസ്സിലാൻ പറ്റുന്നത് എന്താ, അവിടെ ഒരു എക്സ് സ്ക്വയർ മൈനസ് 5x ഉണ്ട് അല്ലേ. ഇവിടെ എന്താണ് എക്സ് സ്ക്വയർ മൈനസ് 5x ഉണ്ട്, എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 3 എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ റൂട്ടിൻ്റെ ഉള്ളിൽ ഒരു എക്സ് സ്ക്വയർ മൈനസ് 5x എന്ന് പറഞ്ഞ ടേം ഉണ്ട്, ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 5x ഉണ്ട്. ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 3 ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാനും ആ ഒരു ടേം ഞാൻ ഇവിടെ ഉണ്ടാക്കുകയാണ്. അതെങ്ങനെയാണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുക? അപ്പോൾ എനിക്ക് എഴുതാവുന്നത് എക്സ് സ്ക്വയർ മൈനസ് 5x, ഞാനൊരു 3 ആഡ് ചെയ്തു. ഓക്കെ ആണല്ലോ. 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഞാൻ എന്ത് ചെയ്യണം, റൈറ്റ് ഹാൻഡ് സൈഡിലും ആഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം, 2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 3 വിൽ ബി ഈക്വൽ ടു 12 പ്ലസ് 3 വിച്ച് ഈസ് 15 എന്ന് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്, ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലും ഒരു 3 ആഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. 12 പ്ലസ് 3 എന്നുള്ള രീതിയിൽ എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നോക്കിയോ, ഇവിടെ ഇവിടെ ഈ ടേം നോക്കിയോ, എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 3 ഉണ്ട്. ഇവിടെ റൂട്ടിൻ്റെ ഉള്ളിൽ ഒരു എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 3 ഉണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 3ക്ക് പകരം y എന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 3 എന്താ, എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 3 എന്ന് പറയുന്നത് y സ്ക്വയർ അല്ലേ. സോ ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 3ക്ക് പകരം ഞാൻ y കൊടുത്തു, വിച്ച് ഈസ് ഈക്വൽ ടു 15, which is y square plus 2y minus 15 equal to 0. സോ നിങ്ങളിപ്പം സം ഓഫ് ദ റൂട്ട്സ്, ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്താ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ സം ഓഫ് ദ റൂട്ട്സും പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സും ഒക്കെ അറിയാം. സോ ലൈക്ക് എന്താണ് ഇവിടുത്തെ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എന്തായിരിക്കണം, -15 ആയിരിക്കണം. പ്രൊഡക്റ്റ് -15 ആയിരിക്കണം. ആൻഡ് സം എന്ന് പറയുന്നത് എന്താണ്, 2 ആണ് അല്ലേ. അങ്ങനത്തെ രണ്ട് നമ്പേഴ്സ് ഏതാണുള്ളത്, ഏതൊക്കെയാണ് രണ്ട് നമ്പേഴ്സ് ഉള്ളത്? അത് 5ഉം -3 ആണ്. 5 ഇൻറ്റു -3 എത്രയാണ്? 5 ഇൻറ്റു -3 എന്ന് പറയുന്നത് -15 ആണ്. 5 പ്ലസ് -3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 2 ആണ്. സോ എനിക്ക് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ എങ്ങനെ എഴുതാം? y സ്ക്വയർ പ്ലസ് 2y മൈനസ് 15 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എനിക്ക് ഏത് രീതിയിൽ എഴുതാം? y മൈനസ് 5 ഇൻറ്റു y പ്ലസ് 3 എന്ന് പറയുന്ന സോറി y പ്ലസ് 5 ഇൻറ്റു y മൈനസ് 3 എന്ന് പറയുന്ന രീതിയിൽ എഴുതാൻ പറ്റും അല്ലേ. y പ്ലസ് 5 ഇൻറ്റു y മൈനസ് 3 ഈക്വൽ ടു 0 ആണ് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് വരിക. എങ്ങനെയാണ് കിട്ടിയുള്ളത്? സം ഓഫ് ദ റൂട്ട്സ്, പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് വെച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. ഈ ഒരു നമ്പേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തിട്ടും കോമൺ ആക്കി എടുത്തിട്ട് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. ആ ഒരു മെത്തേഡാണ് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഇതാണ്. സോ ലൈക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഓവർ ദ ടൈം എന്ത് ചെയ്യണം, ഈ ഒരു മെത്തേഡ് കൊണ്ട് ഒന്നും കൂടെ കംഫർട്ടബിൾ ആയിരിക്കണം. നമ്പേഴ്സ് ഗസ് ചെയ്തിട്ട് നമ്പേഴ്സ് വെച്ചിട്ട് പ്ലേ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ത് ചെയ്യണം, നിങ്ങൾ ഒന്നും കൂടെ കംഫർട്ടബിൾ ആയിരിക്കണം. സോ എനിക്ക് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? y പ്ലസ് 5 ഇൻറ്റു y മൈനസ് 3 ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ എഴുതാം. അല്ലെങ്കിൽ എനിക്ക് എന്ത് പറയാം, y ഈക്വൽ ടു -5 ഓർ y ഈക്വൽ ടു 3 എന്ന് പറയാൻ പറ്റും. സോ ലൈക്ക് വൈന് എന്തുണ്ട്, രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട് അല്ലേ. സോ എന്താണ് y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. എന്താണ് ഇവിടെ തന്നിട്ടുണ്ട്, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 3 ആണ്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 3 ആണ്. അതിന് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു, 5 ഓർ -3 അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്. സോറി, -5 ഓർ 3 അല്ലേ, -5 ഓർ 3, 3 ഓർ -5 ഇതാണ് വൈക്കുള്ള രണ്ട് പോസിബിലിറ്റീസ് ഉള്ളത്. അതായത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 3ക്ക് എന്തൊക്കെ പോസിബിൾ ആവാം? ഒന്നെങ്കിൽ 3 ആവാം, അല്ലെങ്കിൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 3 ഈക്വൽ ടു -5 ആവാം. ഒരു നമ്പറിന് നിങ്ങൾ ഈ സെക്കൻഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്താ പറയാൻ പറ്റുന്നത്? ഒരു നമ്പറിന് ഇപ്പം റൂട്ട് ഓഫ് 9 എന്താണ്, റൂട്ട് ഓഫ് 9 എന്താണ്, അത് +3 ആണ് അല്ലേ. ഇപ്പോൾ റൂട്ട് ഓഫ് 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, +4 ആണ്. അവിടെ നമ്മൾ പ്ലസ് ഓർ -4 എന്ന് എടുക്കുമോ? ഇല്ല. എപ്പോഴാണ് നമ്മൾ പ്ലസ് ഓർ -4 എടുക്കുന്നത്? ഇപ്പോൾ ഇങ്ങനത്തെ കേസുകൾ, അതായത് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂസ് എന്താവാം, പ്ലസ് ഓർ -4 ആവാം. അല്ലാതെ റൂട്ട് ഓഫ് 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ഓർ -4 അല്ല.
അതെന്താണ് √16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ മാത്രമേ കൺസിഡർ ചെയ്യുകയുള്ളൂ. സോ എന്ത് പറയാൻ പറ്റും, ഇവിടെ ഈ √something എന്താവുന്നത് നെഗറ്റീവ് ആവുന്ന ഈ ഒരു കണ്ടീഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ റിജക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ, അത് കൺസിഡർ ചെയ്യണ്ട. സോ അല്ലാത്ത ഏത് കണ്ടീഷനാണുള്ളത്, ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം. √(x² - 5x + 3 = 3 ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം, (x² - 5x + 3 will be equal to 9 ആണ്. സോ (x² - 5x - 6 is equal to 0. സോ എന്താണ്, വീണ്ടും നമ്മൾ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സും സം ഓഫ് ദ റൂട്ട്സ് കോൺസെപ്റ്റിലോട്ട് വരികയാണ്. പ്രൊഡക്റ്റ് -6ഉം സമ്മ് -5 ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്, പ്രൊഡക്റ്റ് -6ഉം സമ്മ് -5ഉം. അത് -6ഉം 1ഉം അല്ലേ, -6ഉം 1ഉം. സോ എന്താ, -6 × 1 എന്താണ്, -6 ആണ്. -6 + 1 എന്താണ്, -5 ആണ്. സോ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഈ (x² - 5x) (x² - 5x - 6 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനെ എനിക്ക് (x - 6 × x + 1) എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. അതായത് എക്സിൻ്റെ വാല്യൂസ് ക്യാൻ ബി 6 ഓർ ക്യാൻ ബി -1 എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. സോ എന്താ ചോദിച്ചിട്ടുള്ളത്, എക്സിന് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെയാവാം, 6 ഓർ -1 ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം നമുക്ക്. ഇവിടെ തന്നിട്ടുള്ളത് ഒരു എന്താണ് അല്ലേ, ഫോർത്ത് പവർ ആണ് അല്ലേ. ഫോർത്ത് പവറിലുള്ള ഇക്വേഷൻ ആണ് 12x⁴ - 56x³ + 89x² - 56x + 12 എന്ന് = 0 എന്ന് പറയുന്നത്. കാണുമ്പോൾ അതൊരു ഫോർത്ത് പവർ ഇക്വേഷൻ. അതെന്തിനാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയുള്ളത്. പക്ഷേ നമുക്ക് ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഫോർമാറ്റിലോട്ടായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. എങ്ങനെ ചെയ്യാൻ നോക്കുക. ഞാൻ ഇവിടുന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു 12x⁴ ഉണ്ട് അല്ലേ, ഇവിടെ ഒരു 12 ഉണ്ട്. കോഎഫിഷ്യൻസിൽ മാച്ചിങ് ഉണ്ട്. ഇവിടെ -56x³ ഉണ്ട്, ഇവിടെ -56x ഉണ്ട് അല്ലേ. കോഎഫിഷ്യൻസിൽ മാച്ചിങ് ഉണ്ട്. അതിനെ ഒരു സ്പെസിഫിക് ഫോർമാറ്റിലോട്ട് ആകാൻ പറ്റും. ഞാൻ ഇവിടുന്ന് (x² പുറത്തെടുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ (x² കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എൻ്റെ ടേമിന് (x² കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും, ഫസ്റ്റത്തെ ടേമിനെ എൻ്റെ ടേമിനെ ഈ പോളിനോമിയൽ എന്ത് ചെയ്യുക, പോളിനോമിയലിനെ (x² കൊണ്ട് ഡിവൈഡ് ചെയ്യുക, (x² കൊണ്ട് ഡിവൈഡ് ചെയ്യുക). (x² കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്താ വരുന്നത്, 12x² - 56/x + 89 - 56 ഇത് 56x ആണ്, ഇവിടെ 56/x വരും, പ്ലസ് 12/x² = 0 എന്ന് പറയല്ലോ. ഞാൻ എൻ്റെ പോളിനോമിയലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, (x² കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, (x² കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്). അപ്പോൾ ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക. ഓക്കെ, എന്നിട്ട് ഞാൻ കമ്പൈൻ ചെയ്യുകയാണ് ടേംസ്. ശ്രദ്ധിക്കണേ, 12x² ഇവിടെ ഉണ്ട്, ഇവിടുന്ന് 12/x² ഞാൻ ഒരുമിച്ച് എഴുതി, 12/x². ഓക്കെ ആണല്ലോ. ഇവിടെ -56x ഉണ്ട്, -56x ഉണ്ട്. ഇവിടെ എന്താണ്, -56/x ഉണ്ട്, അത് ഒരുമിച്ച് എഴുതി. ഒരു +89 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇക്വേറ്റ് ചെയ്യാം. ഞാൻ ഇവിടുന്ന് 12 ഫസ്റ്റത്തെ രണ്ട് ടേം നിന്ന് 12 ഞാൻ കോമൺ ആക്കി എടുക്കട്ടെ. 12 × (x² + 1/x² - 56 × ഈ രണ്ട് ടേം ഒന്ന് ഞാൻ 56 കോമൺ ആക്കി എടുക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്താ ബാക്കി വരിക, (x + 1/x + 89 = 0 എന്ന് പറയാം. ഓക്കെ ആണല്ലോ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, (x + 1/x) ഉണ്ട് ഇവിടെ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു (x + 1/x) ടേം ഉണ്ട്, ഇവിടെ (x² + 1/x² ടേം. അത് തമ്മിലൊരു റിലേഷൻ ഉണ്ട് അല്ലേ, നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. എന്താണ് (x² + 1/x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, (x² + 1/x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ (x + 1/x)ന്റെ ഹോൾ സ്ക്വയർ -2 ആണ്. അതെങ്ങനെ വന്നത്, നിങ്ങൾ (x + 1/x² എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ ടേം വരിക, (x² + 1/x²) ഒരു +2 ഉണ്ടാവും. അതും (x² + 1/x² തമ്മിലുള്ള വ്യത്യാസം എന്താ, -2 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എന്താണ്, ഞാൻ നേരത്തെ ഫസ്റ്റത്തെ ഫ്യൂ ക്ലാസ്സിൽ ഏതൊരു ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി ഇങ്ങനത്തെ എല്ലാ ടൈപ്പ് ഇക്വേഷൻസും ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ അതൊക്കെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാം കേട്ടോ. സോ എന്താണ് (x² + 1/x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ (x + 1/x)ന്റെ ഹോൾ സ്ക്വയർ -2 ആണ്. ഞാൻ ചെയ്യുന്നത് (x + 1/x)ന് ഞാൻ y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ ആണല്ലോ. സോ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, (x + 1/x)ന് y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ ഈ ഇക്വേഷൻ എങ്ങനെയാണ്, (x² + 1/x²ന് പകരം എന്ത് എഴുതാം, (x² + 1/x²ന് പകരം (x + 1/x)നല്ലേ y കൊടുത്തത്, അപ്പോൾ എനിക്ക് (y² - 2) എന്ന് എഴുതിക്കോട്ടെ. യെസ്, ഞാൻ (y² - 2) എന്ന് എഴുതിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം, ഇവിടെ എഴുതേണ്ടത്, ഇവിടെ (x² + 1/x² ഉണ്ട്, അതിന് ഞാൻ (y² - 2) എന്ന് എഴുതാം. -56 × എക്സിന് പകരം y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, +89 = 0. സോ എന്ത് എഴുതാം, 12y² - 56y
ലൈക്ക് ഇവിടെ എന്താണ് -24 ഉണ്ട് അല്ലേ, 12 ഇൻറ്റു -2. ഇവിടെ ഫസ്റ്റത്തെ ടേമിൽ എന്ത് ചെയ്യുന്നുണ്ട്, 12 ഇൻറ്റു -2 ചെയ്യുന്ന സമയത്ത് -24 ഉണ്ട്. ഇവിടെ ഒരു 89 ഉണ്ട്. -24ഉം 89ഉം എത്രയാണ്, 65 അല്ലേ. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം, +65 = 0 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ തന്നിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ്, 12y² - 56y + 65 will be equal to 0 എന്ന് പറയാം. ഓക്കെ അല്ലേ? യെസ്. സോ എന്താ എഴുതാം ഇവിടെ, എങ്ങനെയാണ് ഇപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്. ഇപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ax² + bx + c ആണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സിൻ്റെ വാല്യൂ എന്താ വരിക, -b ± √b² - 4ac/2a ആയിരിക്കും അത് വരിക. അതായത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഇതാണ് എന്ത് ചെയ്യുന്നത്, എക്സിൻ്റെ വാല്യൂ വരുന്നത് അല്ലേ. ആ ഇക്വേഷൻ ഞാൻ ഇവിടെ ഉപയോഗിക്കുകയാണ്. എങ്ങനെ എഴുതാം, ആ ഇക്വേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ എക്സിൻ്റെ ഇവിടെ എക്സ് അല്ല, എന്താണ് y ആണ് അല്ലേ. വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -b എന്താണ്, -56. അപ്പോൾ +56 ± √b² എന്താണ്, 56ൻ്റെ സ്ക്വയർ -4 × 65 × 12 ഡിവൈഡഡ് ബൈ 2a അല്ലേ. 2a എന്താണ്, 2 × 12. ഓക്കെ ആണല്ലോ. സോ അവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാണ്ട് എന്താണ്, 56ൻ്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാണ്. 56ൻ്റെ സ്ക്വയർ എത്രയാണ്, 6 3 30 30 30 60 63 36 20 25 and 31 അല്ലേ, 3136. സോ എനിക്ക് എങ്ങനെ എഴുതാം, y = 56 ± എത്ര 3136 4 × 12 × 65 അല്ലേ. അപ്പോൾ 48 × 65. 4 × 12 48 ആണ്. 4 × 12 48 ആണ്. 48 × 65 0 20 20 + 48 68 68 + 4 72 2 7 24 24 31. യെസ്, 3120 വരും. സോ ഇവിടെ 3120 വരും. ഡിവൈഡഡ് ബൈ 2 × 12 എത്രയാണ്, 24 ആണ് വരുന്നത്. സോ 56 പ്ലസ് എങ്ങനെ വരും, 56 ± √3136 - 3120 എത്രയാണ്, 16 അല്ലേ. സോ 16 എന്ന് പറയാം. യെസ്, 16 ഡിവൈഡഡ് ബൈ 24 എന്ന് പറയാം, വിച്ച് ഈസ് 56 ± 4 ഡിവൈഡഡ് ബൈ 24 എന്ന് പറയാം. സോ വൈയുടെ വാല്യൂ കിട്ടിയിട്ടുള്ളത് 56 ± 4 ഡിവൈഡഡ് ബൈ 24. ഒന്നെങ്കിൽ എന്താ 56 + 4 ഡിവൈഡ് ബൈ 24. വൈയുടെ വാല്യൂസ് എന്തൊക്കെയാവാം, 56 y = 56 + 4 ഡിവൈഡ് ബൈ 24 ആവാം, അല്ലെങ്കിൽ y = 56 - 4 ഡിവൈഡ് ബൈ 24 ആവാം. ഈ കേസിലാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാം, 56 + 4 60 60/24, അല്ലെങ്കിൽ y = 52 ഡിവൈഡ് ബൈ 24. ഇവിടെ 60 ഡിവൈഡ് ബൈ 24 ആണെങ്കിൽ 5/2 ആണ് വരിക അല്ലേ. 12 കോമൺ ആണ്. സോ 24/12 എന്താണ്, 2 ആണ്. 60/12 എന്താണ്, 5 ആണ്. ഇവിടെ y = ഇവിടെ 4 കോമൺ ആണ്. 4 കോമൺ ആണ്. സോ ലൈക്ക് 6 വരും ആൻഡ് 14 അല്ലേ. യെസ്, 4 തന്നെയല്ലേ കോമൺ. യെസ്, 6 13. ഓക്കെ, 13/6. ഓക്കെ ഫൈൻ. സോ എന്താണ്, വൈയുടെ വാല്യൂസ് ഒന്നെങ്കിൽ 5/2 വരാം, അല്ലെങ്കിൽ 13/6ഉം വരാം. ഓക്കെ ആണല്ലോ. സോ എന്താണ് y, ലൈക്ക് നമ്മൾ y അല്ലല്ലോ സോൾവ് ചെയ്യേണ്ടത്, നമ്മൾ വേറൊരു സാധനം എടുത്തിട്ട് y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. നമ്മൾ എന്തിന് പകരമാണ് y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, x + 1/x പകരമാണ് y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. നമുക്ക് കാണേണ്ടത് എന്താണ്, x ആണല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ടില്ല, ഇക്വേഷൻ കഴിഞ്ഞിട്ടില്ല, നമ്മൾ വീണ്ടും ചെയ്യേണ്ടതുണ്ട്. അതായത് y = എന്താണ്, x + 1/x ആണ്. ഓക്കെ ആണല്ലോ. സോ x + 1/xന്റെ വാല്യൂസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്നെങ്കിൽ അതെന്താവാം, 5/2 ആവാം, അല്ലെങ്കിൽ x + 1/xന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവാം, 13/6 ആവാം അല്ലേ. രണ്ട് പോസിബിലിറ്റീസ് ആണല്ലോ. ഒന്നെങ്കിൽ x + 1/xന്റെ വാല്യൂ 5/2 ആവാം, അല്ലെങ്കിൽ x + 1/xന്റെ വാല്യൂ 13/6 ആവാം. ഇവിടെ നിങ്ങൾ ഒന്നെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കിയിട്ട് സോൾവ് ചെയ്യാവുന്ന പോസിബിലിറ്റീസ് ആണ് ഒന്നാമത്തെ. പക്ഷേ ഒന്നാമത്തെ അങ്ങനെ സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നും രണ്ടും അല്ലേ, x + 1/x 5/2, x + 1/x 13/6. ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. x + 1/x 5/2. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, x + 1/x 5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, x + 1/x = 2.5 ആണ്. x + 1/x എപ്പോഴാണ് 2.5 ആവുന്നത്, x-ന് 2 ഇട്ട് കൊടുക്കണം അല്ലേ. x-ന് 2 ഇട്ട് കൊടുത്താൽ നിങ്ങൾ, അപ്പോൾ എന്താ 2 + 1/2 എന്താ 2.5 ആണ്. അല്ലെങ്കിൽ എന്താവാം, x-ന് 1/2 ആവാം. x-ന് 1/2 ആയി കഴിഞ്ഞാൽ എന്താ വരുക, 1/2 + 2 അല്ലേ, 1/1/2. സോ എന്താണ്, x + 1/x-ൽ x-ന് 1/2 ആവാം. അപ്പോൾ എന്താണ് 1/2 + 1/1/2. സോ എന്താണ് ആ കേസിൽ എന്താണ് 2.5. അപ്പോൾ ഒന്നാമത്തെ x + 1/x 5/2 ആണെങ്കിൽ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. അതെന്തൊക്കെയാണ്, രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നെങ്കിൽ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആവാം, അല്ലെങ്കിൽ 1/2 ആവാം.
ഓക്കെ, രണ്ടാമത്തെ കേസ് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി നോക്കാം. എന്താണ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സ് സ്ക്വയർ പ്ലസ് 1/x വിൽ ബി ഈക്വൽ ടു 13/6 ആണ്. 6x സ്ക്വയർ മൈനസ് 13x പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0 എന്നാണ് വരിക അല്ലേ? ഇതല്ലേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യുക. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. സോ എന്താണ് ഇവിടെ പ്രൊഡക്റ്റ് എന്താണ്, രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്താണ് 36 ആണ് ആൻഡ് സം ഇസ് ഈക്വൽ ടു -13 ആണ്. ഓക്കെ ആണല്ലോ? അത് ഏതൊക്കെയാണ് നമ്പേഴ്സ്? -9 -4 -9 ഈ ഒരു ലൈക്ക് നമ്പേഴ്സ് വെച്ചിട്ട് നിങ്ങൾ ടു കംഫർട്ടബിൾ ആയിരിക്കണം. എന്താ മാത്രമല്ല ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. റൂട്ട്സ് സോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ലൈക്ക് ഈ ഒരു മെത്തേഡ് അറിയാന്നുണ്ടെങ്കിൽ, അതായത് പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സും സം ഓഫ് ദ റൂട്ട്സ് എന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. സോ ലൈക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക, ഏതൊക്കെ നമ്പേഴ്സ് ഇത് സ്ഥിരം കാണുന്ന കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. സോ ലൈക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, പരമാവധി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു രീതിയിലൊന്ന് മാസ്റ്റർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ്, പ്രൊഡക്റ്റ് 36 ആണ്, സമ്മ് -13 ആണ്. അങ്ങനെയാണെങ്കിൽ -9 -4 ആലോചിച്ച് നോക്കിയേ. -9 ഇൻറ്റു -4 എന്താണ്, അത് 36 ആണ്. -9 -4 എന്താണ്, അല്ലെങ്കിൽ -9 പ്ലസ് -4 എന്താണ്, -13 ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റൂട്ട് എന്താ വരിക അറിയാം. അപ്പോൾ ലൈക്ക് വേറെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഈ രണ്ട് നമ്പേഴ്സ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂസ് അല്ല, സോ രണ്ട് വാല്യൂസ് എടുക്കുക, റൂട്ട് കാണാൻ ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിക്കാം നമുക്ക്. അതായത് -9 -4 ആണ് രണ്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞല്ലോ, അതിന് സൈന് മാറ്റാം. അതായത് 9 4 എന്നിട്ട് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. /6 ഇതായിരിക്കും അതിന്റെ റൂട്ടുകൾ വരിക. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് റൂട്ട് വരിക? 3/2 ആൻഡ് 2/3. സോ എന്താണോ എക്സിന്റെ വാല്യൂസ് ഈ ഒരു കേസിൽ നമുക്ക് എന്ത് കിട്ടി? 3/2 2/3. ഈ മെത്തേഡിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാറോ, നമുക്ക് ഈ രണ്ട് നമ്പേഴ്സ് കാണുന്നവരെ ലൈക്ക് മേ ബി കംഫർട്ടബിൾ ആയിരിക്കും. നിങ്ങൾക്ക് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാം, അല്ലാതെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഫാക്ടർ ആക്കിയിട്ട് എഴുതി നോക്കിയിട്ട് -9 ഇൻറ്റു x-4 അല്ല അങ്ങനെ എഴുതാൻ പറ്റില്ല. മിഡിൽ ടേം സ്പ്ലിറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്നത് ഈ പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സും സം ഓഫ് ദ റൂട്ട്സും കിട്ടിയല്ലോ. അപ്പോൾ ലൈക്ക് 36 -13 എന്ന് മനസ്സിലായി. അപ്പോൾ രണ്ട് നമ്പേഴ്സ് കിട്ടി, അതായത് -9 -4 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് സൈൻ ചേഞ്ച് ചെയ്യുക, അതായിരിക്കും റൂട്ടുകൾ വരിക. അതായത് 9 4 പ്രൊവൈഡഡ് ദാറ്റ് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണെന്നുണ്ടെങ്കിൽ. ഇനി അതല്ല എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താണ്, വേറെ എന്തെങ്കിലും ആണെങ്കിൽ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്തായിരുന്നു? ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്തായിരുന്നു? 6 ആയിരുന്നു. അപ്പം -9 -4 ആണ് എനിക്ക് രണ്ട് നമ്പേഴ്സ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ലൈക്ക് ഞാൻ എന്ത് ചെയ്തു, അതിന്റെ റൂട്ട് സൈന് മാറ്റി, അതായത് 9 4 ആക്കി. എന്നിട്ട് എന്ത് ചെയ്തു, എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു രണ്ട് കേസിലും. അങ്ങനെയാകുമ്പോൾ റൂട്ടുകൾ എന്താ വരിക? 3/2 2/3 ആണ്. വളരെ എളുപ്പമാണ്. 3/2 2/3 ആണ്. സോ എന്താണ് റൂട്ടുകൾ വരുന്നത്? x = 2, 1/2 ഉണ്ട്. സോറി, ഞാൻ ഇവിടെ എഴുതാം അവസാനം. നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ് ഈ ക്വസ്റ്റ്യൻ. അതായത് x = എന്താവാം? 2 ആവാം, 1/2 ആവാം, 3/2 ആവാം, 2/3 ആവാം. സോ ലൈക്ക് കണ്ടോ, ലൈക്ക് ഒരു ക്യൂബിക് അല്ല ഒരു ഫോർത്ത് പവർ ഇക്വേഷനെ നമ്മൾ എങ്ങനെയാണ് ഒരു കൈൻഡ് ഓഫ് എന്താ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ഫോർമാറ്റിലോട്ട് മാറ്റിയിട്ട് എങ്ങനെ സോൾവ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. സോ ലൈക്ക് ഈ ഒരു പോസിബിൾ റീഅറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ ലൈക്ക് ഫോർത്ത് പവർ ഫിഫ്ത്ത് പവർ ഒക്കെ തരുന്നുണ്ടെങ്കിൽ ലൈക്ക് കൈൻഡ് ഓഫ് എന്താണ് നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇടുന്നത് കാര്യമായിട്ട്. സോ എന്ത് ചെയ്യുക, ആ ഒരു പാറ്റേണും കാര്യങ്ങളും പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. അവിടെ ചോദിച്ചിട്ടുള്ളത് 2x plus y divided by 3x minus y minus of x minus y divided by x plus y is equal to 8/15 and second one is 7x plus 5y is equal to 29. രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. സോ ലൈക്ക് ഒന്നാമത്തെ ഇക്വേഷൻ എടുത്തിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാണ്. സോ എങ്ങനെ എഴുതാൻ പറ്റും? 2x plus y divided by 3x minus y minus x minus y divided by x plus y equal to 2 8/15 ഞാൻ ഡയറക്റ്റ് എഴുതട്ടെ. 2 8/15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 2 into 15 plus 8 which is 38/15 അല്ലേ? ഞാൻ എന്ത് ചെയ്തു, മിക്സ്ഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റിയിട്ടുണ്ട്, which is 38/15. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? അപ്പം താഴേക്ക് എഴുതാം. ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. എങ്ങനെ ചെയ്യാം? ഈ ഒരു ടേമിനെ ഈ ഒരു ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ഒരു ടേമിൽ ഓരോ ടേമും ഈ ഒരു ടേമിനോട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓരോ ടേമും മൾട്ടിപ്ലൈ ചെയ്യണം. ഞാൻ ഒരു സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഇടയിൽ ഒരു സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, സ്കിപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടേം അല്ലേ 2x plus y, അതിന് x plus y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ എന്ത് ചെയ്യുക, x minus y into 3x minus ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യില്ല നമ്മൾ. ഇപ്പം a/b minus c/d ആണെങ്കിൽ ad minus bc divided by bd എന്ന് പറയുന്ന ഫോർമാറ്റ് എഴുതുന്നില്ലേ, അതേ ഫോർമാറ്റിൽ എന്ത് ചെയ്യുക, നിങ്ങളിത് ചെയ്ത് നോക്കുക. അതിനാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 2x² plus 2xy plus xy plus y², ഓക്കെ, minus 3x² plus xy, okay, and plus 3xy and minus y². ഇതാണ് മുകളിൽ കംപ്ലീറ്റ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് വരുന്നത്. ഡിവൈഡഡ് ബൈ 3x minus y into 3x plus y എന്താണ്? 3x²
പ്ലസ് 3xy മൈനസ് xy മൈനസ് വൈ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 38/15 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. നമുക്ക് കോമൺ ആയിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടോ നോക്കാം. ഇവിടെ 2x² ഉണ്ട്. ഓക്കെ, 2x² ഉണ്ട്. ഇവിടെ ഓക്കെ പ്ലസ് വൈ സ്ക്വയർ ഉണ്ട്. ഇവിടെ മൈനസ് വൈ സ്ക്വയർ ഉണ്ട്. അത് ക്യാൻസൽ ചെയ്യാം. ആൻഡ് ഇവിടെ വേറെ കോമൺ ആയിട്ട് യെസ് ഇവിടെ 2x² ഉണ്ട്. ഇവിടെ ഒരു മൈനസ് 3x² ഉണ്ട്. ഓക്കെ ഫൈൻ. യെസ്. സോ ബാക്കി എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതാം? 2x² മൈനസ് 3x² അതെന്താണ്? മൈനസ് x² പ്ലസ് 2xy പ്ലസ് xy 3xy ആണ്. 2xy പ്ലസ് xy എന്താണ്? 3xy. ഇവിടെ 2xy ഉണ്ട്, ഒരു xy 3xy ആയി. 3xy പ്ലസ് xy 4xy ആയി. 4xy പ്ലസ് 3xy എന്താണ്? 7xy ആവും അല്ലേ? അപ്പോൾ എന്താണ്? പ്ലസ് 7xy ഡിവൈഡഡ് ബൈ എന്താണ്? ഡിനോമിനേറ്റർ എന്താ അവസ്ഥ? 3x² ഉണ്ട്. ഇവിടെ എന്താണ്? 3xy മൈനസ് xy എന്താണ്? 2xy അല്ലേ? പ്ലസ് 2xy മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 38/15 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. സോ ഞാൻ ഇത് ഇവിടേക്ക് മാറ്റി എഴുതാം. എന്താണ് വരുന്നത്? മൈനസ് x² പ്ലസ് മൈനസ് x² പ്ലസ് 7xy ഡിവൈഡഡ് ബൈ 3x² പ്ലസ് 2xy മൈനസ് വൈ സ്ക്വയർ 3x² പ്ലസ് 2xy മൈനസ് വൈ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 38/15 എന്നാണ് വരുന്നത് അല്ലേ? മൈനസ് 38/15. ഞാൻ വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ആണ്. എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം? ഇതേ ഇൻറ്റു ഇത് മൈനസ് ഇതേ ഇൻറ്റു ഇത് അല്ല ഈക്വൽ ടു ഇതേ ഇൻറ്റു ഇത് അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? എനിക്ക് ഞാൻ കൂടെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാണ്. മൈനസ് 15x² പ്ലസ് 105xy വിൽ ബി ഈക്വൽ ടു 114x² പ്ലസ് വിച്ച് ഈസ് 76xy ആൻഡ് മൈനസ് 38y² എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. ഞാൻ കൂട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കിട്ടും. ഓക്കെ ആണല്ലോ. സോ എന്താണ് എഴുതാം? 114x² പ്ലസ് 15x² എത്രയാണ്? 129x² ആൻഡ് 76xy ഉണ്ട്. ഇവിടെ 105xy ഉണ്ട്. മൈനസ് എന്താ വരുന്നത്? മൈനസ് 29xy മൈനസ് 38y² വിൽ ബി ഈക്വൽ ടു 0 അല്ലേ? ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു എൻ്റയർ ഇക്വേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? വൺ സൈഡിലോട്ട് മാറ്റി എന്നിട്ട് കോമൺ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യും, അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ട് ഒന്നുകൂടെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? വേറെ ഒന്നും ചെയ്തിട്ടില്ല. എന്താ x² ടേംസ് ഒക്കെ കമ്പൈൻ ചെയ്തു, xy ടേംസ് ഒക്കെ കമ്പൈൻ ചെയ്തു. ഇവിടെ y² ടേം ഉണ്ട്, അത് അങ്ങനെ തന്നെ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലൈക്ക് ഇങ്ങനെ കിട്ടും ഇക്വേഷൻ. ഇവിടെ ഓക്കെയാണ്. സോ ലൈക്ക് ഇനി നോക്കാവുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ എനിക്ക് ചെയ്യാവുന്ന എന്താ? 129 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 43 × 3x² അല്ലേ? ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ മൈനസ് 29xy ഉണ്ട്. ഇവിടെ മൈനസ് 38y² എനിക്ക് എങ്ങനെ എഴുതാം? 19 × 2y² എന്ന് എഴുതാം അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 0. ഓക്കെ ലൈക്ക് ഞാൻ ഇവിടെ മിഡിൽ ടേമിന് സ്പ്ലിറ്റ് ചെയ്യാണ്. നോക്കേണ്ട കാര്യം 43 × 3x² അങ്ങനെ തന്നെ വെച്ചു. ഇവിടെ മൈനസ് 29xy എനിക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. ലൈക്ക് 43യുടെയും കൈൻഡ് ഓഫ് 90യുടെയും മൾട്ടിപ്പിൾ ആയിട്ടാണ് എനിക്ക് സ്പ്ലിറ്റ് ചെയ്യണം. എന്നാലേ കോമൺ ടേംസ് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മാറ്റാൻ പറ്റുള്ളൂ. ഞാൻ ചെയ്യുന്ന 43യുടെ ഡബിൾ ആയിട്ട് 86 എടുക്കും. 86xy 29xy ഞാൻ ചെയ്തത് 86xy മൈനസ് 86xy മൈനസ് 57xy എന്ന് എഴുതും. 57xy മൈനസ് 19 × 2y². അങ്ങനെ എഴുതിയുള്ള ഗുണം എന്താ? അത് നോക്കിയേ. ഇപ്പോൾ 29xy ആണ്. അതെന്ന് പറഞ്ഞാൽ 86xy മൈനസ് 57xy ആണ്. അപ്പോൾ നോക്കണ്ടേ 43യും 86xy 43x² ഈ എന്താണ് 86xy എന്താണ് 43 കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ 57 19 അതിലും എന്ത് ചെയ്യുന്നുണ്ട്? കോമൺ ആയിട്ട് 19 വരുന്നുണ്ട്. സോ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഇങ്ങനെ എഴുതാം. ഈ രണ്ട് ടേമെന്നും 43 സോ ലൈക്ക് 43 × 3x² മൈനസ് 86 മൈനസ് 86xy പ്ലസ് 57xy മൈനസ് 19 × 2y² എന്ന് എഴുതിക്കൂടെ? ലൈക്ക് ഞാൻ 43 കോമൺ ആക്കി എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 43x കോമൺ ആക്കി എടുക്കാം. 43x കോമൺ ആക്കി എടുക്കാം. 43x കോമൺ ആക്കി എടുക്കുകയാണെങ്കിൽ 3x മൈനസ് 2y ആണ് ബാക്കി വരുന്നത്. ഇവിടെയാണെങ്കിലോ പ്ലസ് 19x കോമൺ ആക്കി എടുക്കാം അല്ലേ? ഈ രണ്ട് ടേമൊന്നും 19x അല്ല 19y കോമൺ ആക്കി എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3x മൈനസ് 2y കോമൺ ആയിട്ട് വരുന്നുണ്ട് അല്ലേ? ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവിടെ 3x മൈനസ് 2y കോമൺ അല്ലേ? ഈ രണ്ട് ടേംസ് നോക്കിയാൽ നിങ്ങൾ ഒരു 3x മൈനസ് 2y ഉണ്ട്, 3x മൈനസ് 2y. ഞാൻ അത് കോമൺ ആക്കി എടുക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 3x മൈനസ് 2y ഇൻറ്റു 43x പ്ലസ് 19y ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. ഇതൊക്കെ 0 ആണല്ലേ? എന്താണ് ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. അപ്പോൾ കിട്ടിയുള്ള കാര്യം 3x മൈനസ് 2y ഇൻറ്റു 43x പ്ലസ് 19y ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ രണ്ട് കേസസ് ഉണ്ട്. ഒന്നുകിൽ 3x ഇസ് ഈക്വൽ ടു 2y ആവാം, അല്ലെങ്കിൽ 3x മൈനസ് 2y ഈക്വൽ ടു 0 ആവാം. അങ്ങനെയാണെങ്കിൽ 3x ഇസ് ഈക്വൽ ടു 2y ആവാം. അല്ലാന്നുണ്ടെങ്കിൽ 43x ലൈക്ക് തന്നെ എഴുതാം. ഇക്വേഷൻ എന്താണ്? 3x മൈനസ് 2y എന്താവാം? 0 ആവാം.
അല്ലെങ്കിൽ 43x പ്ലസ് 19y എന്താകാം 0 ആകാം അല്ലേ. 3x മൈനസ് 2y 0 ആണെങ്കിൽ എന്താണ് അതിന്റെ മീനിങ് എന്താണ് 3x ഇസ് ഈക്വൽ ടു 2y ആണ് അല്ലേ. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എടുത്തു, ഞാൻ 1 മാർക്ക് ചെയ്യാം, 2 മാർക്ക് ചെയ്യാം. ഒന്നാമത്തെ കണ്ടീഷൻ എടുത്തു 3x ഇസ് ഈക്വൽ ടു 3x മൈനസ് 2y ഈക്വൽ ടു 0 ആണെങ്കിൽ 3x ഇസ് ഈക്വൽ ടു 2y ആണ്. ഇവിടെ തന്നിട്ടുള്ള രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടല്ലോ 7x പ്ലസ് 5y ഇസ് ഈക്വൽ ടു 29. 7x പ്ലസ് 5y ഇസ് ഈക്വൽ ടു 29. അതിലേക്ക് ഇത് കൊടുക്കല്ലേ. ഞാൻ എൻ്റെ ഇക്വേഷൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 21x പ്ലസ് 15y ഇസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത് 87 വരാം അല്ലേ. 21x അതിൽ ഞാൻ എന്ത് ചെയ്യാം 3x ലൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ, 3x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. ലൈക്ക് ഈ ഒരു ഇക്വേഷൻ 3x ഇസ് ഈക്വൽ ടു 2y ഉണ്ട്. ഈ ഒരു ഇക്വേഷൻ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതേപോലെ 3x ഈക്വൽ ടു 2y എന്ന് പറയുന്ന ഇക്വേഷൻ, അല്ലെങ്കിൽ 3x ഇസ് ഈക്വൽ ടു 2y എന്ന് പറയുന്ന ഇക്വേഷൻ ഞാൻ എൻ്റയർലി 7 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതാം 21x ഇസ് ഈക്വൽ ടു 14y എന്ന് എഴുതാം. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ 3 4 എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണ് 3 4 നോക്കിയാൽ നിങ്ങൾ 21x കോമൺ ആയിട്ട് ഈ 21xന് പകരം ഈ ഒരു 21xന് പകരം ഞാൻ 14y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. യെസ്, സോ എന്ത് വരാൻ പറ്റും 14y പ്ലസ് 15y ഈക്വൽ ടു 87. 29y is equal to 87. From that we will get y is equal to എന്താണ് 3 എന്ന് കിട്ടും. y is equal to 3 ആണെങ്കിൽ ഇക്വേഷൻ കൊടുത്തു നോക്കിയേ 3x is equal to 2y അല്ലേ. y equal to 3 കൊടുക്കുക 3x is equal to 6 എന്ന് പറയാം and x is equal to 2. ഓക്കെ ആണല്ലോ. സോ ലൈക്ക് കിട്ടിയുള്ള കാര്യം 3x is equal to 2y എന്ന കണ്ടീഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് xന്റെ വാല്യൂ 2 ആകാം, yയുടെ വാല്യൂ 3 ആണ്. ഓക്കെ ആണല്ലോ. xന്റെ വാല്യൂ 2ഉം yയുടെ വാല്യൂ 3ഉം ആണ്. സോ അടുത്ത കണ്ടീഷൻ എടുക്കാം നമുക്ക് 43x പ്ലസ് 19y is equal to 0. 43x പ്ലസ് 19y ഈക്വൽ ടു 0 ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരിക നോക്കാം. രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു 7x പ്ലസ് 5y is equal to 29 ആണ്. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്ക് കിട്ടിയുള്ളത്. 5y is equal to 29. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഞാൻ ഇങ്ങനെ എഴുതട്ടെ, ഇതിനെ അങ്ങനെ തന്നെ വെക്കാം. 43x പ്ലസ് 19y ഈക്വൽ ടു 0. ഇതിനെ ഞാൻ 7x പ്ലസ് 5y മൈനസ് 29 ഈക്വൽ ടു 0. ഞാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വഴിയാണ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് ലീനിയർ ഇക്വേഷൻസ് ഉണ്ട്, രണ്ട് വേരിയബിൾസ് ഉണ്ട്. ഏത് എലിമിനേഷൻ മെത്തേഡ് ആണെങ്കിൽ ലൈക്ക് കംഫർട്ടബിൾ ആയുള്ള മെത്തേഡ് വെച്ച് ചെയ്യാം. ഞാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇത് പ്രിഫർ ചെയ്യുന്നത്, ഒന്നുകൂടെ കാൽക്കുലേഷൻ ഇൻറ്റൻസീവ് ആണ്. സോ എങ്ങനെ ചെയ്യാം, അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും. അപ്പം ലൈക്ക് ഈ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം a1x പ്ലസ് b1y പ്ലസ് c1 ഈക്വൽ ടു 0 ആണെങ്കിൽ അതുപോലെ a2x പ്ലസ് b2y പ്ലസ് c2 ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് പറയാൻ പറ്റും x ബൈ b2 c1 b1 c2 മൈനസ് b2 c1 വിൽ ബി ഈക്വൽ ടു എന്താണ് y ഡിവൈഡഡ് ബൈ like c1 a2 minus c2 a1 which is equal to 1 divided by എന്ത് പറയാം a1 b2 minus a2 b1 എന്ന് പറയാം. a2 b1 ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ലൈക്ക് നിങ്ങൾ എന്താ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വഴി സോൾവ് ചെയ്യുന്ന മെത്തേഡാണ്. സോ എങ്ങനെ എഴുതാം, ഈ 43x പ്ലസ് 19y ഈ സൈഡിലോട്ട് എഴുതാം. 43x പ്ലസ് 19y is equal to 0 and 7x plus 5y is equal to 29. 7x plus 5y is equal to 29 എന്നുള്ള minus 29 is equal to 0 എന്ന് പറയുന്ന ഇക്വേഷൻസ് എങ്ങനെ എഴുതാം. x ഡിവൈഡഡ് ബൈ 19 ഇൻറ്റു മൈനസ് 29 മൈനസ് ഇവിടെ എന്താണ് സിയുടെ വാല്യൂ 0 അല്ലേ. ഫസ്റ്റത്തെ ഇക്വേഷനിൽ എന്താണ് സിയുടെ വാല്യൂ എന്താണ് 0 ആണ്. സോ എന്താണ് ഇവിടെ കോൺസ്റ്റന്റ് ടേം ഉണ്ട്. സെക്കൻഡ് ഇക്വേഷനിൽ കോൺസ്റ്റന്റ് ടേം ഉണ്ട്, ഫസ്റ്റ് ഇക്വേഷനിൽ എന്ത് ചെയ്യില്ല കോൺസ്റ്റന്റ് ടേം ഇല്ല. അപ്പോൾ എന്താണ് ഈ ടേം 0 ആയി പോകും. വിച്ച് ഈസ് ഈക്വൽ ടു y ഡിവൈഡഡ് ബൈ എന്താണ് 0 മൈനസ് അല്ലേ, എന്താണ് 0 മൈനസ് എങ്ങനെയാണ് ഇക്വേഷൻ വന്നിട്ടുള്ളത് c1 a2 മൈനസ് c2 a1. ഇവിടെ c1 0 ആയതുകൊണ്ട് ആ c1 a2 എന്ന് പറയുന്ന ടേം എന്താവുന്നുണ്ട് 0 മൈനസ് എന്താണ് വരുന്നത് 43 c1 മൈനസ് 43 ഇൻറ്റു മൈനസ് 29 വിച്ച് വിൽ ബി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എന്ത് പറയാം 43 ഇൻറ്റു 5 മൈനസ് 19 ഇൻറ്റു 7 എന്ന് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ എങ്ങനെ എഴുതാം x ഡിവൈഡഡ് ബൈ 19 ഇൻറ്റു മൈനസ് 29 ചെയ്യണം. സോ 19 ഇൻറ്റു മൈനസ് 29 ചെയ്യുകയാണെങ്കിൽ 19 ഇൻറ്റു 29 ആണ്. സോ 19 ഇൻറ്റു 29 ഇൻറ്റു 20 എത്രയാണ് 580 ആണ്. 580 ഒരു 29 മൈനസ് ചെയ്താൽ മതി. 580 30 പോയാൽ 550 ആൻഡ് 551 അല്ലേ. സോ എന്താ വരുന്നത് ഇവിടെ 551. ഓക്കെ ആണല്ലോ. സോ ഇവിടെ മൈനസ് 551 വിച്ച് ഈസ് ഈക്വൽ ടു y ഡിവൈഡഡ് ബൈ മൈനസ് 43 മൈനസ് ഓഫ് മൈനസ് ഉണ്ട്, അപ്പം പ്ലസ് ആവും 43 ഇൻറ്റു 29. 43 ഇൻറ്റു 29 43 ഇൻറ്റു 30 എത്രയാണ് 1290 ആണ്. 1290 മൈനസ് 43 1290 മൈനസ് 40 എത്രയാണ്
1250 ആണ്. 1250 മൈനസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1247 ആണ്. സോ എന്ത് എഴുതാം 1247 വിച്ച് ഈസ് ഈക്വൽ ടു 1/43 ഇൻറ്റു 5 എത്രയാണ്? 43 ഇൻറ്റു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 215 ആണ്. 19 ഇൻറ്റു 7 എത്രയാണ്? 19 ഇൻറ്റു 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 133 ആണ്. സോ 215 മൈനസ് 133 വിൽ ബി ഈക്വൽ ടു എത്രയാണ്? 82 ആണ് വരിക. സോ ഇവിടെ എന്ത് എഴുതാം? 82 ആൻസർ എഴുതാം. സോ എന്താണ് എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -551/82 ആണ്. ആൻഡ് വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1247/82 ആണ്. 82 ആണ് വരിക. സോ രണ്ട് പെയർ ഓഫ് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂ -551 ആണെങ്കിൽ -551/82 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും? 1247/82 ആണ്. അതുപോലെ തന്നെ ഒരു വാല്യൂ കൂടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. x = y = 3 ആയിരിക്കും വരിക. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? സോ സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. ഇവിടെ തന്നിട്ടുള്ളത് x + y + z 13 ആണ് തന്നിട്ടുണ്ട്. x² + y² + z² 65 ആണ്. ആൻഡ് xy = 10 എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. ഇവിടെ x² + y². ഇവിടുത്തെ രണ്ടാമത്തെ ഇക്വേഷൻ കൺസിഡർ ചെയ്യാണ് ഞാൻ. x² + y² + z² = 65. ഇത് എനിക്ക് x + y ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ലേ? യെസ്, എനിക്ക് ഇവിടെ x² + y² ഉണ്ട്. ഇവിടെ xy തന്നിട്ടുണ്ട്. സോ കൈൻഡ് ഓഫ് അത് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? x + y ഉം x² + y² ഉം xy ഒക്കെ തമ്മിൽ റിലേഷൻസ് ഉണ്ട്. അതെങ്ങനെയാണ് വരുന്നത്? x² + y² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x + yയുടെ ഹോൾ സ്ക്വയർ മൈനസ് 2xy അല്ലേ പ്ലസ് z² = 65 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. ഇവിടെ xyക്ക് പകരം 10 ഇട്ട് കൊടുത്തൂടെ എനിക്ക്? അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? x + yയുടെ ഹോൾ സ്ക്വയർ മൈനസ് 2 × 10 എത്രയാണ്? 20 + z² = 65. അല്ലെങ്കിൽ എനിക്ക് എഴുതാവുന്നത് x + yയുടെ ഹോൾ സ്ക്വയർ പ്ലസ് z² = എത്രയാണ്? 85 എന്ന് വന്നിട്ടുണ്ട് അല്ലേ? x + yയുടെ ഹോൾ സ്ക്വയർ പ്ലസ് z² = 85. അപ്പോൾ 3 ടേംസ് ഉണ്ടായിരുന്നതാണ്. കൈൻഡ് ഓഫ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു x + yയുടെ ഹോൾ സ്ക്വയർ പ്ലസ് സംതിങ്ങിൻ്റെ സ്ക്വയർ എന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. x + y + z = 13 ആൻഡ് x + y ഹോൾ സ്ക്വയർ പ്ലസ് z² വിൽ ബി ഈക്വൽ ടു 85. ഞാൻ ഇവിടെ ചെയ്യുന്നത് x + yക്ക് പകരം ലൈക്ക് മേ ബി ഞാൻ ഒരു എ എന്ന് പറയുന്ന ലെറ്റർ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഇക്വേഷൻസ് രണ്ടും എങ്ങനെ മാറ്റി എഴുതാം? ഇവിടെ ഞാൻ ഇക്വേഷൻ എന്ന് പറയുന്ന ഒന്നാമത്തെ ഇക്വേഷനാണ് ഞാനിവിടെ ഇതിനെ നാലാമത്തെ ഇക്വേഷൻ എന്ന് വിളിക്കുക. ഈ 1 4 എങ്ങനെ മാറ്റി എഴുതാം? അവിടെ x + yക്ക് പകരം എ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ എന്താ വരിക? a + z = 13 ആൻഡ് a² + z² = 85. അതായത് ഇവിടെ തന്നുള്ള എന്താ എഴുതാം? a + z = 13 ആൻഡ് a² + z² = 85 എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. ഇത് പല പല മെത്തേഡ് വഴി ട്രൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ നമ്പേഴ്സ് ട്രൈ ചെയ്യാണ്. നിങ്ങൾക്ക് എന്താണ് a² + z² ഉം a + z ഉം തമ്മിൽ ആൾജിബ്രായിക് റിലേഷൻസ് ഉണ്ട്. നമ്മൾ ചെയ്ത എക്സാമ്പിൾസിലൊക്കെ പല പല എക്സാമ്പിൾസ് കണ്ടിട്ടുണ്ടല്ലേ? അങ്ങനെ ട്രൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്പേഴ്സ് വെച്ച് ട്രൈ ചെയ്യാം. ഇവിടെ a + z 13 തന്നിട്ടുണ്ട്. സോ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെ വരാം? അപ്പം ആൻഡ് a² + z² 85 ആണ്. അവിടെ സ്ക്വയേഴ്സിന്റെ സം എന്താവണം? 85 ആണ്. സോ നിങ്ങൾ z-ന് സോറി a, z-ന് മേ ബി ലൈക്ക് 7 6 കൊടുക്കുക. 7 6 കൊടുത്താൽ എന്താ അവസ്ഥ? എക്ക് 7 ആണ്, z-ന് 6 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ a + z എന്താണ്? a + z എന്താണ്? 13 ആണ് അല്ലേ? ആൻഡ് a² + z² എന്താ വരുന്നത്? a² + z² എന്നാൽ 7² + 6² ആണ് വിച്ച് ഈസ് ലൈക്ക് 85 ആണ് വരുന്നത്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. അല്ലെങ്കിൽ എന്താവാം? a = 6 ഉം z = 7 ആവാം. തിരിച്ചു ആകാം. അപ്പോൾ ലൈക്ക് ഞാൻ ഓരോ കണ്ടീഷൻസ് കൊടുക്കുക. അവിടെ a എന്താണ്? a എന്ന് പറയുന്നത് x + y ആണ്. അത് തന്നിട്ടുണ്ട് അല്ലേ? a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x + y ആണ്. സോ അത് എങ്ങനെ എടുക്കാൻ പറ്റും എനിക്ക്? a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x + y ആണ്. അങ്ങനെയാണെങ്കിൽ z അപ്പോൾ x + yയുടെ വാല്യൂ 7 അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? എയുടെ വാല്യൂ 7 അതായത് x + yയുടെ വാല്യൂ 7 ആണ്. അങ്ങനെയാണെങ്കിൽ z-ന്റെ വാല്യൂ എന്ത് വരിക? z-ന്റെ വാല്യൂ 6 ആണ് വരിക. ഓക്കെ, സോ x + yയുടെ വാല്യൂ 7 ആണെന്ന് പറഞ്ഞു. xy-യുടെ വാല്യൂ എന്താണ്? 10 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? മുന്നേ നമുക്ക് തന്നിട്ടുണ്ട് xy-യുടെ വാല്യൂ 10 ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. സോ ഇത് തമ്മിൽ വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സ് വരിക? x-നും y-ക്കും ഏതൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്? x + y 7 ഉം xy 10 ഉം. അങ്ങനെയാണെങ്കിൽ x-ന്റെ y-യുടെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്? 5 2 എടുത്താൽ പോരെ? 5 + 2 എന്താണ്? 7 ആണ്. അങ്ങനെയാണെങ്കിൽ xy എന്താ? 5 × 2 എന്താണ്? 10 ആണ്. അപ്പോൾ x-ന് എന്താ പോസിബിലിറ്റി ഉള്ളത്? 5 ആകാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ y-ക്ക് എന്തായിരിക്കും? 2 ആയിരിക്കും. അല്ലെങ്കിൽ x എന്താവാം? 2 ആവാം. അപ്പോൾ എന്താവും? y = 5 ആയിരിക്കും. സോ ഈ ഒരു കണ്ടീഷൻസ് എന്താണ്? പോസിബിൾ ആണ്. അതായത് 5, 2, 6 എന്ന് പറഞ്ഞതും ആൻഡ് 2, 5, 6 എന്ന് പറഞ്ഞ പോസിബിലിറ്റീസ് ഉണ്ട് അല്ലേ? അപ്പോൾ രണ്ട് പോസിബിലിറ്റീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ. ഇനി അടുത്തത് എടുക്കാം നമുക്ക്. അടുത്തത് ഏതാ വന്നിട്ടുള്ളത്? a = 6 ആണ്. a = 6 ആണെങ്കിൽ അതായത് a = 6 ആണ്. അങ്ങനെയാണെങ്കിൽ z = 7 ആണ്. അതായത് x + y = 6. x + y = 6 ആണ്. xy = 10 ആണ്. അങ്ങനെ കിട്ടുന്ന ഡയറക്റ്റ് ഇൻറ്റിജേഴ്സ് ഇല്ല അല്ലേ? അങ്ങനെ കിട്ടുന്ന ഡയറക്റ്റ് ഇൻറ്റിജേഴ്സ് ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ആൾജിബ്രായിക് റിലേഷൻസ് ഉപയോഗിക്കാം.
അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് വൈയുടെ ഹോൾ സ്ക്വയർ എന്താണ്? എക്സ് മൈനസ് വൈയുടെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈയുടെ ഹോൾ സ്ക്വയർ മൈനസ് 4xy അല്ലേ? മൈനസ് 4xy ലൈക്ക് ഇത് പലപ്പോഴായിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഇക്വേഷനുകൾ ഒന്നാണ് എന്താണ്? എക്സ് മൈനസ് വൈയുടെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈയുടെ ഹോൾ സ്ക്വയർ മൈനസ് 4xy. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് അതായത് എക്സ് മൈനസ് വൈയുടെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈയുടെ ഹോൾ സ്ക്വയർ എത്ര? 36 മൈനസ് 4 ഇൻറ്റു എക്സ് വൈയുടെ വാല്യൂ എത്ര? 10 ആണ്. അപ്പോൾ 4 ഇൻറ്റു 10 കൊടുക്കുന്ന സമയത്ത് 40 ആണ്. എക്സ് മൈനസ് വൈയുടെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 4 ആണ് വരിക, വിച്ച് ഈസ് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് മൈനസ് 4 ആണ് വരിക. ഈ നമ്പർ ഇപ്പോൾ ലൈക്ക് കറന്റ് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പഠിക്കുന്നില്ല. അത് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ ലൈക്ക് നമുക്ക് ഡീൽ ചെയ്യാനുള്ളതാണ്. പക്ഷേ ലൈക്ക് IOQM ലെവലിൽ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ടോപ്പിക്ക് ഇല്ല. സോ എന്ത് ചെയ്യണ്ട, ഈ ഒരു കാര്യം നമ്മൾ ഇപ്പോൾ നോക്കേണ്ട ആവശ്യം ഇല്ല. റൂട്ട് ഓഫ് മൈനസ് 4 എന്ന് പറയുന്ന സാധനം ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. സോ ഇപ്പോഴത്തെ കണ്ടീഷൻസിൽ ഇത് എന്തല്ല, വാലിഡ് അല്ല, ഇത് വാലിഡ് അല്ല. അപ്പോൾ എന്താണ് ഈ കണ്ടീഷൻ വാലിഡ് ആണ്, അതായത് a = 6ഉം അതായത് x + y = 6ഉം z = 7 ആവുന്ന കണ്ടീഷൻ എന്താണ്, ഇൻവാലിഡ് ആണ്. അപ്പോൾ ലൈക്ക് നമ്മളുടെ ആൻസേഴ്സ് ഏതാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. 5, 2, -6 ആൻഡ് 2, 5, 6 എന്ന് പറയുന്ന നമ്പേഴ്സ് ആണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ആ രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. ഇവിടെ തന്നിട്ടുള്ള എന്താ, x² - yz = a² തന്നിട്ടുണ്ട്, y² - zx = b² തന്നിട്ടുണ്ട്, z² - xy = c² തന്നിട്ടുണ്ട്. ഞാൻ 3 ഇക്വേഷൻസ് എഴുതാം. y² - zx = b², z² - xy = c² എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യാം മെത്തേഡ്സ്. ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ഞാൻ സ്പെസിഫിക്കലി പറയുന്നില്ല എന്നേ ഉള്ളൂ. സ്റ്റിൽ ലൈക്ക് എന്താണ് റിപ്പീറ്റഡ്ലി പറയുന്ന ക്ലാസ്സുകളിൽ പറയുന്നതാണ്. ലൈക്ക് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആദ്യം നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തതിന് മാത്രമേ വീഡിയോ സൊല്യൂഷൻസ് കാണാവൂ. എന്നാൽ മാത്രമേ പ്രോബ്ലം അപ്രോച്ചിങ് മെത്തേഡ്സ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്താണ് x² - yz = a², y² - zx = b², z² - xy = c². അത് അത്ര ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള കാര്യമല്ല ഇവിടെ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മേ ബി ഇതിന് ഞാൻ 1 എന്ന ഇക്വേഷൻസ് പേര് നെയിം ചെയ്യാം. ഇത് ഞാൻ 1 എന്ന് കൊടുത്തു, ഇത് ഞാൻ 2 എന്ന് കൊടുത്തു, ഇത് ഞാൻ 3 എന്ന് കൊടുത്തു. ഓക്കെ ആണല്ലോ. സോ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും, x² - yz a² ആണ് കിട്ടിയിട്ടുണ്ട്. ഞാൻ 1നെ ഞാൻ y കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, 1 ഇൻറ്റു y ചെയ്യുക, അതുപോലെ തന്നെ 2 ഇൻറ്റു z ചെയ്യുക, 3 ഇൻറ്റു x ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താണ് കിട്ടുക, ഞാൻ 3 ഇക്വേഷൻസ് ലിസ്റ്റ് ചെയ്യാം. ഈ ഫസ്റ്റത്തെ ഇക്വേഷൻ ഞാൻ y കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, x² - y - y z a²y. ഓരോ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? യെസ്. അടുത്ത എന്താണ് b, അതായത് രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യണം, z കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, y² z - z²x b² എന്താണ് z കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, z എന്ന് പറയാൻ പറ്റും. ഓക്കെ, മൂന്നാമത്തെ ഇക്വേഷൻ ഞാൻ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും, z²x മൈനസ് എന്താണ് ലൈക്ക് x കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ x²y എന്താണ് c²x എന്ന് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇതൊന്നും നിങ്ങൾ നോക്കിയേ, ഇത് ഇക്വേഷൻ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. അതായത് x²y ഉണ്ട്, -x²y ഉണ്ട്. ഓക്കെ ആണല്ലോ, അത് ക്യാൻസലായി. -y²z ഉണ്ട്, y²z ഉണ്ട്, -z²x ഉണ്ട്, z²x ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കംപ്ലീറ്റ് ക്യാൻസൽ ആയി പോലെ ആഡ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കംപ്ലീറ്റ്ലി ക്യാൻസൽ ആയി പോയി. അപ്പോൾ എന്ത് പറയാൻ പറ്റും, a²y + b²z + c²x will be equal to 0 എന്ന് പറയുന്ന ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടുന്നുണ്ട്. 1, 2, 3 ഞാൻ ഇതിനെ 4th 1 എന്നുള്ള രീതിയിൽ നെയിം ചെയ്യാം. ഇത് 4th. ഓക്കെ ആണോ? സോ എന്താണ് ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, കമ്പൈൻ ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് എന്താ അറിയോ, ഇപ്പോൾ നേരത്തെ 1 ഇൻറ്റു y 2 ഇൻറ്റു z 3 ഇൻറ്റു x അല്ല ചെയ്തത്. ഞാൻ 1 ഇൻറ്റു z ചെയ്യാണ്, 1 ഇൻറ്റു z ചെയ്യാണ്, 2 ഇൻറ്റു x ചെയ്യാണ്, ആൻഡ് 3 ഇൻറ്റു y ചെയ്യാണ്. ഓക്കെ ആണല്ലോ. 1 ഇൻറ്റു z, 2 ഇൻറ്റു x, 3 ഇൻറ്റു y ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇക്വേഷൻ വരിക, x² z മൈനസ് yz² is equal to a² z എന്ന് പറയും. ഒന്നാമത്തെ ഇക്വേഷൻ ഈ ഒരു രീതിയിൽ മാറും. രണ്ടാമത്തെ ഇക്വേഷൻ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ, അപ്പോൾ എന്താ വരുന്നത്, y²x മൈനസ് zx² ഈക്വൽ ടു b²x എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. മൂന്നാമത്തെ ഇക്വേഷനെ ഞാൻ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് z²y മൈനസ് xy² is equal to c²y എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. ഞാൻ വീണ്ടും ഇത് ആഡ് ചെയ്യുകയാണ്. വീണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ വരുന്നത്, ഇവിടെ നോക്കിയാൽ നിങ്ങൾ വീണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഇവിടെ x²z ഉണ്ട്, ഇവിടെ -zx² ഉണ്ട് അല്ലേ, -x²z ഉണ്ട്, ഇവിടെ yz² ഉണ്ട്, ഇവിടെ z²y നെഗറ്റീവ് വരുന്നുണ്ട്. യെസ്, ഇവിടെ എന്താണ് -yz², ഇവിടെ പോസിറ്റീവ് zy² വരുന്നുണ്ട്. മൂന്നാമത്തെ എന്താണ്, ഇവിടെ xy² വരുന്നുണ്ട്, ഇവിടെ -x²
സ്ക്വയർ വരുന്നുണ്ട്. വീണ്ടും എന്തായി, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കംപ്ലീറ്റ് എന്തായി, ക്യാൻസൽ ആയി പോയി. ബാക്കി എന്താ വരുന്നത്, ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ നമുക്ക്, എ സ്ക്വയർ സെറ്റ് പ്ലസ് ബി സ്ക്വയർ എക്സ് പ്ലസ് സി സ്ക്വയർ വൈ വിൽ ബി ഈക്വൽ ടു 0 എന്ന് പറയാം. ഇതെന്താണ് ഞാൻ 5th ഇക്വേഷനായിട്ട് ഞാൻ നെയിം ചെയ്യാം. സോ 2 ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ്, എ സ്ക്വയർ വൈ പ്ലസ് ബി സ്ക്വയർ സെറ്റ് പ്ലസ് സി സ്ക്വയർ എക്സ്. ഞാൻ എക്സിനെ ആദ്യം എഴുതാം, വൈനെ രണ്ടാമത് എഴുതാം, ആ രീതിയിൽ മാറ്റി എഴുതാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറയാം, സി സ്ക്വയർ എക്സ് പ്ലസ് എ സ്ക്വയർ വൈ, സി സ്ക്വയർ എക്സ് പ്ലസ് എ സ്ക്വയർ വൈ പ്ലസ് ബി സ്ക്വയർ സെഡ് ഇസ് ഈക്വൽ ടു 0, ബി സ്ക്വയർ സെഡ് ഇസ് ഈക്വൽ ടു 0. 4ാമത്തെ ഇക്വേഷൻ അതാണ് വരുന്നത്. 5ാമത്തെ ഇക്വേഷന് ബി സ്ക്വയർ എക്സ് സി സ്ക്വയർ വൈ, ബി സ്ക്വയർ എക്സ് പ്ലസ് സി സ്ക്വയർ വൈ പ്ലസ് എ സ്ക്വയർ സെഡ് ഇസ് ഈക്വൽ ടു 0 അല്ലേ, എ സ്ക്വയർ സെഡ് ഇസ് ഈക്വൽ ടു 0. വീണ്ടും ഞാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ a1 പ്ലസ് b1 പ്ലസ് a1 x പ്ലസ് b1 ലൈക്ക് b1 y പ്ലസ് c1 z, അതുപോലെ a2 x പ്ലസ് b2 y പ്ലസ് c2 z ആണെങ്കിൽ എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഞാൻ നേരത്തെ ഉപയോഗിച്ച മെത്തേഡ് ഉണ്ട് അല്ലേ. ഇവിടെ ഈ ഉപയോഗിച്ച ഒരു ക്വസ്റ്റനിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ അതേ മെത്തേഡ് വഴി എന്താണ്, അതിന് നേരെ എക്സ്റ്റൻഷൻ ആണ് വരുന്നത്. സോ എന്താണ് 3 വേരിയബിളിലോട്ടുള്ള എക്സ്റ്റൻഷൻ ഞാൻ ചെയ്യുകയാണ്. ലൈക്ക് അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്, യെസ്. സോ ഈ ഒരു 2 ഇക്വേഷൻസ് ഞാൻ ഇതിനെ 4 എന്ന് നെയിം ചെയ്തായിരുന്നു, ഇവിടെ 5 എന്ന് ചെയ്യും. അങ്ങനെയാണ് എഴുതുന്ന സമയത്ത് എനിക്ക് എങ്ങനെ എഴുതാം, എക്സ് ഡിവൈഡഡ് ബൈ വൈൻ്റെയും സെഡിൻ്റെയും കോഎഫിഷ്യൻസ് അല്ല എഴുതേണ്ടത്, എ സ്ക്വയർ ഇൻറ്റു ഇങ്ങനെ എഴുതാം അല്ലേ. ഇക്വേഷൻ ഒന്നും കൂടെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒന്നും കൂടെ ഈ മെത്തേഡ് ചെയ്യാൻ എളുപ്പമാണ്. സോ ബി സ്ക്വയർ എക്സ് പ്ലസ് സി സ്ക്വയർ വൈ പ്ലസ് എ സ്ക്വയർ സെഡ് ഇസ് ഈക്വൽ ടു 0. സോ എങ്ങനെ എഴുതാൻ പറ്റും, എക്സ് ഡിവൈഡഡ് ബൈ എ പവർ 4 മൈനസ് ബി സ്ക്വയർ സി സ്ക്വയർ. അതെങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്, ഈ എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ. ഓക്കെ ആണോ, എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ എന്ന് എഴുതാം. ആൻഡ് വിച്ച് വിൽ ബി ഈക്വൽ ടു എന്താ, വൈ ഡിവൈഡഡ് ബൈ എന്ത് പറയാൻ പറ്റും, ബി പവർ 4 മൈനസ് എ സ്ക്വയർ സി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അതെങ്ങനെ കിട്ടിയിട്ടുള്ളത് അല്ലേ, വൈ ഇതിൻ്റെ കോഎഫിഷ്യൻസ് എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. എന്നിട്ട് എന്താ, ബി സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ, അതെന്താണ് ബി പവർ 4 മൈനസ് എ സ്ക്വയർ സി സ്ക്വയർ. ഏതാണോ എടുക്കുന്നത്, ഏതാണോ വേരിയബിൾ എടുക്കുന്നത് അതിൻ്റെ കോഎഫിഷ്യൻസ് മറച്ചു വെക്കുക. ഓക്കെ ആണല്ലോ, അതിൻ്റെ കോഎഫിഷ്യൻസ് എന്ത് ചെയ്യുക, മറച്ചു വെച്ചിട്ട് ബാക്കിയുള്ളതിൻ്റെ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്താണ്, ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതിയിൽ പഠിച്ചതാണ്. സോ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ചെയ്ത് പറയാത്തത്. ആൻഡ് വിച്ച് വിൽ ബി ഈക്വൽ ടു എന്ത് പറയാൻ പറ്റും, സോറി സെഡ് അല്ല, സെഡ് ഡിവൈഡർ ബൈ എന്ത് പറയാൻ പറ്റും, സി സ്ക്വയർ സി പവർ 4 മൈനസ് എ സ്ക്വയർ ബി സ്ക്വയർ എന്ന് പറയാൻ പറ്റും. വിച്ച് ഈസ് ഈക്വൽ ടു ഞാൻ എന്താണ് ഒരു കോൺസ്റ്റന്റ് കെ എന്ന് പറഞ്ഞിട്ട് വാല്യൂ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം, എക്സ് ഇസ് ഈക്വൽ ടു വൈ ഈക്വൽ ടു സെഡ് എന്താണ്, ഇവിടുന്ന് വാല്യൂസ് കണ്ടുകൂടെ. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ഇൻറ്റു എ പവർ 4 മൈനസ് ബി സ്ക്വയർ സി സ്ക്വയർ ആയിരിക്കും. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ഇൻറ്റു ബി പവർ 4 മൈനസ് എ സ്ക്വയർ സി സ്ക്വയർ ആയിരിക്കും. ആൻഡ് സെഡ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു സി പവർ 4 മൈനസ് എ സ്ക്വയർ ബി സ്ക്വയർ ആയിരിക്കും. ഓക്കെ ആണല്ലോ, ഇത് മൂന്നാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. ഞാൻ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഒരു ഇക്വേഷൻ എടുക്കുക, ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. ഞാൻ ഈ ഒരു എക്സ് സ്ക്വയർ മൈനസ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന ഇക്വേഷൻ എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ എക്സ് സ്ക്വയർ മൈനസ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന ഇക്വേഷൻ എടുക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ. ഓക്കെ ആണല്ലോ, എക്സ് സ്ക്വയർ മൈനസ് വൈ സെഡ് ഈക്വൽ ടു എ സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും, എക്സ് സ്ക്വയർ മൈനസ് വൈ സെഡ് എ സ്ക്വയർ ആണ്. ഇവിടെ എക്സിന് പകരം എന്ത് ചെയ്യുക, കെ ഇൻറ്റു എ പവർ 4 മൈനസ് ബി സ്ക്വയർ സി സ്ക്വയർ കൊടുക്കട്ടെ. അങ്ങനെയാണെങ്കിൽ കെ സ്ക്വയർ ഇൻറ്റു എ പവർ 4 മൈനസ് ബി സ്ക്വയർ സി സ്ക്വയറിൻ്റെ ഹോൾ സ്ക്വയർ മൈനസ് വൈ സെഡ് എന്താ, വൈൻ്റെ വാല്യൂ എന്താണ്, കെ ആണ്. ബി പവർ 4 മൈനസ് എ സ്ക്വയർ സി സ്ക്വയർ ഇൻറ്റു കെ ഇൻറ്റു സി പവർ 4 മൈനസ് എ സ്ക്വയർ ബി സ്ക്വയർ വിൽ ബി ഈക്വൽ ടു എന്താണ് പറയാൻ പറ്റുന്നത്, സോറി എ സ്ക്വയർ എന്ന് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ, ഞാൻ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാണ്. ഓക്കെ, ഇവിടേക്ക് എഴുതാം, എ സ്ക്വയർ ഇൻറ്റു പവർ 4 മൈനസ് ബി സ്ക്വയർ സി സ്ക്വയറിൻ്റെ ഹോൾ സ്ക്വയർ മൈനസ് ഈ കെയും കെയും മൾട്ടിപ്ലൈ ചെയ്യട്ടെ. അപ്പോൾ എന്ത് എഴുതും, മൈനസ് കെ സ്ക്വയർ ഇൻറ്റു ബി പവർ 4 മൈനസ് എ സ്ക്വയർ സി സ്ക്വയർ ഇൻറ്റു സി പവർ 4 മൈനസ് ബി സ്ക്വയർ എ സ്ക്വയർ ബി സ്ക്വയർ വിച്ച് വിൽ ബി ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ ഞാൻ ഇവിടെ എക്സ്പാൻഡ് ചെയ്യാണ്, കംപ്ലീറ്റ് ടേം എക്സ്പാൻഡ് ചെയ്യാണ്. എന്താണ് എ പ്ലസ് ബി എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന ഫോർമാറ്റിൽ ചെയ്യാണ്. എ പവർ 4 മൈനസ് ബി സ്ക്വയർ സി സ്ക്വയറിനെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോർമാറ്റിൽ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എ പവർ 8 പ്ലസ് ബി പവർ 4 സി പവർ 4
മൈനസ് 2a⁴ b²c², ഓക്കെ, മൈനസ് k² ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, ഓരോ ടേമുകൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്നുള്ള b⁴ മൈനസ് a² c² ഇൻറ്റു c⁴ മൈനസ് a² b² ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം, b⁴ c⁴ മൈനസ് a² b⁴ ഇൻറ്റു b² എന്താണ്, b⁴ ആണ്. ഓക്കെ, സിമിലർലി എന്താണ്, a² c⁴ എന്ന് എഴുതാം. a² ഇൻറ്റു c² ഇൻറ്റു c⁴ ആണ്, a² ഇൻറ്റു c⁴ വരുന്നത്. ഓക്കെ ആണല്ലോ. സോ എന്താ ഇവിടെ a⁴ ഇൻറ്റു b² c² എന്ന് എഴുതാൻ പറ്റും, വിച്ച് ഈസ് ഈക്വൽ ടു a² എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ കോമൺ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം നമുക്ക് ടേംസ്. അവിടെ k² കോമൺ ആണ് രണ്ടിലും. സോ എന്ത് ചെയ്യുക, k² എടുത്ത് ഇവിടെ എന്താണ് a⁴ ഉണ്ട്, b⁴ c⁴ ഉണ്ട് അല്ലേ. ഇവിടെ ഒരു b⁴ c⁴ ഉണ്ട്, ഇവിടെ ഒരു b⁴ c⁴ ഉണ്ട്. അത് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ വരുന്നത്, മൈനസ് 2a⁴ b² ഉണ്ട്, ഇവിടെ മൈനസ് a² b⁴ ഉണ്ട്. വേറെ കോമൺ ആയിട്ട് ടേംസ് ഒന്നും ഉണ്ട്. ഇവിടെ ഒരു കോമൺ ആയിട്ട് ടേം ഉണ്ട് അല്ലേ. എന്താണ്, ഇവിടെ മൈനസ് 2a⁴ b² c² ഉണ്ട്, ഇവിടെ ഒരു a⁴ b² c² ഒരു മൈനസ് ഉണ്ട്. അപ്പം എന്താണ്, മൈനസ് 3a⁴ b² c² ആവും, മൈനസ് 3a⁴ b² c² ആകും. ബാക്കിയൊന്നും കോമൺ ആയിട്ട് വരുന്നില്ല. ഇവിടെ മൈനസ് വരും അല്ലേ. അപ്പോൾ എന്താണ്, പ്ലസ് a² b⁴ ആൻഡ് എന്താണ് ഇവിടെ വരുന്നത്, ഇവിടെ അതേപോലെ പ്ലസ് a² c⁴ എന്ന് പറയാം, വിച്ച് വിൽ ബി ഈക്വൽ ടു a². ഞാൻ ഇവിടെ k², ഞാൻ എല്ലാത്തുനിന്നും a² കോമൺ ആക്കി എടുക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം, a⁴ അല്ല a⁴ ആണ്, മൈനസ് 3a² b² c² പ്ലസ് b⁴ പ്ലസ് c⁴ വിൽ ബി ഈക്വൽ ടു എന്താണ്, a² ആണ്. ഈ a²ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ വരുന്നത്, k² ഇൻറ്റു എന്താ പറയാം, a⁴ പ്ലസ് b⁴ പ്ലസ് c⁴ മൈനസ് 3a² b² c² വിച്ച് വിൽ ബി ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ k² ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ a⁴ പ്ലസ് b⁴ പ്ലസ് c⁴ മൈനസ് 3a² b² c² എന്ന് പറയാം. ഓർ k ഇസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് എന്ത് പറയാം, a⁴ പ്ലസ് b⁴ പ്ലസ് c⁴ മൈനസ് 3a² b² c² പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a² a⁴ പ്ലസ് b⁴ പ്ലസ് c⁴ മൈനസ് 3a² b² c² എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. കെയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ കെയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും, ഇവിടെ ഈ ഇക്വേഷൻ നോക്കിയേ, എക്സ് ഡിവൈഡ് ബൈ a⁴ മൈനസ് b² c² എന്നാണ്. അതേപോലെ y ഡിവൈഡ് ബൈ b⁴ മൈനസ് a² c² z ഡിവൈഡ് ബൈ c⁴ മൈനസ് a² b². അതിന്ന് എന്ത് ചെയ്യാൻ പറ്റും, എക്സ് വൈ സെഡ് കാണാൻ പറ്റൂലേ. യെസ്, എക്സ് വൈ സെഡ് എന്ത് ചെയ്യാം, കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, എക്സ് വൈ സെഡിന്റെ വാല്യൂസ് കാണാൻ കഴിയും. ഓക്കെ ആണല്ലോ. സോ യാ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഓൾ ദ ഫംഗ്ഷൻസ് ഫ്രം R to R such that x² f(x) plus f(1 - x) is equal to 2x - x⁴ എന്നുള്ള പറഞ്ഞാൽ x belongs to R. f(x) കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. ഒറ്റ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ അല്ലേ. എങ്ങനെയാണ് ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് x² f(x) plus f(1 - x) will be equal to 2x - x⁴ എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് നോക്കി, ഫംഗ്ഷൻസ് f(x) ഉണ്ട്, f(1 - x) ഉണ്ട് അല്ലേ. ഞാൻ എക്സിന് പകരം 1 - x ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. ഇപ്പോൾ രണ്ട് ഇക്വേഷൻ ആക്കി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ f(x) ഉണ്ട്, f(1 - x) ഉണ്ട്. അപ്പോൾ അതിന് f(x) ഒറ്റയ്ക്ക് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എക്സിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, 1 - x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എങ്ങനെ പറയും, ഞാൻ ഇവിടെ ഇക്വേഷന് 1 എന്ന് മാർക്ക് ചെയ്ത്, അങ്ങനെയാണെങ്കിൽ 1 - x ന്റെ ഹോൾ സ്ക്വയർ, ഇവിടെ x² പകരം എന്ത് ചെയ്തു, ഞാൻ 1 - x കൊടുത്തു. സോ എന്ത് പറയാൻ പറ്റും, 1 - x ന്റെ ഹോൾ സ്ക്വയർ ഇൻറ്റു f(x) പകരം എന്താണ്, എക്സിന് പകരം 1 - x കൊടുക്കാം, പ്ലസ് f(1 - x), എക്സിന് പകരം എന്ത് ചെയ്തു, 1 - x കൊടുത്തു, വിച്ച് ഈസ് 2 ഇൻറ്റു 1 - x മൈനസ് 1 - x ഹോൾ പവർ 4 എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എനിക്ക് മാറ്റി എഴുതാവുന്നത് 1 - x² ഇൻറ്റു f(1 - x) പ്ലസ് f(1 - 1 - x) എന്താണ്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f(x) ആണ്, ഈക്വൽ ടു 2 ഇൻറ്റു 1 - x മൈനസ് 1 - x ഹോൾ പവർ 4 എന്ന് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഞാൻ ഈ ഒരു പാർട്ട് മാത്രം എടുത്ത് ചെയ്യുകയാണ്. ഇതൊന്ന് റെഡ്യൂസ് ചെയ്യാം ഞാൻ. ഓക്കെ, ഈ ഒരു ഭാഗം റെഡ്യൂസ് ചെയ്യാം. ഇക്വേഷൻ അവിടെ നിൽക്കട്ടെ. ഇത് മേ ബി ദിസ് വൺ നമുക്ക് 2 ആയിട്ട് നിൽക്കട്ടെ. ഈ ഒരു ഭാഗം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ നോക്കാം. 2 ഇൻറ്റു 1 - x എനിക്ക് എങ്ങനെ എഴുതാം, 2 - 2x, ഓക്കെ, മൈനസ് ഇവിടേക്ക് എഴുതാം, ഇവിടേക്ക് എഴുതാം, 2 ഇൻറ്റു 1 - x മൈനസ് 1 -
മൈനസ് 1 മൈനസ് എക്സ് ഹോൾ പവർ 4 ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? യെസ്. സോ എനിക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 1 മൈനസ് എക്സിനെ 2 മൈനസ് 2x എന്ന് എഴുതാം, മൈനസ് 1 മൈനസ് എക്സ് ഹോൾ പവർ 4 ആണ്. 1 മൈനസ് എക്സ് ഹോൾ പവർ 4 ഞാൻ ചെയ്യുന്നത് 1 മൈനസ് എക്സ് ക്യൂബ് ഇൻറ്റു 1 മൈനസ് എക്സ് അല്ലേ? 1 മൈനസ് എക്സ് ക്യൂബ് ഇൻറ്റു 1 മൈനസ് എക്സ് ആണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ എന്താ 1 മൈനസ് എക്സിൻ്റെ ഹോൾ ക്യൂബ് എന്താ? 1 മൈനസ് 3x സ്ക്വയർ ലൈക്ക് പ്ലസ് 1 മൈനസ് 3x പ്ലസ് 3x സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് ഇൻറ്റു 1 മൈനസ് എക്സ് ആണ്. എ മൈനസ് ബിയുടെ ഹോൾ സ്ക്വയറിൻ്റെ അതേ ഫോർമാറ്റ് അല്ലേ? എ മൈനസ് ബിയുടെ ഹോൾ സ്ക്വയർ അല്ല, എ മൈനസ് ബിയുടെ ഹോൾ ക്യൂബിൻ്റെ ഫോർമാറ്റ് എന്താണ്? എ ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ മൈനസ് ബി ക്യൂബ് എന്ന് പറയുന്ന അതേ ഫോർമാറ്റിലാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ 1 മൈനസ് എക്സ് ഹോൾ ക്യൂബിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത്. സോ എങ്ങനെ എഴുതാൻ പറ്റും? ഞാൻ എന്താ വീണ്ടും മൾട്ടിപ്ലൈ ആണ് ഇത് 1 മൈനസ് 3x പ്ലസ് 3x സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് ഇൻറ്റു 1 മൈനസ് എക്സ് ഉണ്ട്. അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ വരിക? 1 മൈനസ് 3x പ്ലസ് 3x സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ്, അതിനല്ലേ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സമയത്ത് ഉണ്ടാവുക മൈനസ് എന്ത് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? മൈനസ് എക്സ് പ്ലസ് 3x സ്ക്വയർ മൈനസ് 3x ക്യൂബ് പ്ലസ് എക്സ് പവർ 4 എന്ന് വരും അല്ലേ? അപ്പോൾ എന്താ ഇത് ഓരോ ടേംസും എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്തിട്ടുള്ളത്? ഇതും മൾട്ടിപ്ലൈ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ഓരോ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴേക്ക് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ കിട്ടും. ഓക്കെ, സോ അതെന്താ വരുന്നത്? ഞാൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇവിടെ എക്സ് പവർ 4 ഉണ്ട്, അത് ഞാൻ എഴുതി. എക്സ് പവർ 4 ഉണ്ട്. ഇവിടെ മൈനസ് എക്സ് ക്യൂബ് ഉണ്ട്, ഇവിടെ മൈനസ് 3x ക്യൂബ് ഉണ്ട്. സോ മൈനസ് 4x ക്യൂബ് എന്ന് എഴുതാം. ആൻഡ് ഇവിടെ പിന്നെ ബാക്കിയുള്ളത് മൈനസ് 3x ഉണ്ട്, ഒരു 3x സ്ക്വയർ ഉണ്ട്, പ്ലസ് 3x സ്ക്വയർ പ്ലസ് 3x സ്ക്വയർ പ്ലസ് 6x സ്ക്വയർ മൈനസ് 3x മൈനസ് എക്സ് മൈനസ് 4x പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ? സോ എന്തെഴുതാം? ഞാൻ ഈ ഒരു എൻ്റെ 1 മൈനസ് എക്സ് ഹോൾ പവർ 4ന് പകരം ഈ ഒരു സാധനം കൊടുക്കട്ടെ, ഈ ഒരു സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എങ്ങനെ പറയാം? ഇവിടെ എക്സ് പവർ 4 മൈനസ് 4x ക്യൂബ് പ്ലസ് 6x സ്ക്വയർ മൈനസ് 4x പ്ലസ് 1 എന്ന് കൊടുക്കാം. ഓക്കെ ആണോ? സോ എങ്ങനെ എഴുതാം? ഇവിടെ മൈനസ് 2x ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. 2 മൈനസ് 1 1 ആവും. ബാക്കി ഒരു എക്സിൻ്റെ ടേം മാത്രമേ കോമൺ ആയിട്ട് വരുന്നുള്ളൂ. സോ എന്താവും? ബാക്കി വരുന്നത് മൈനസ് എക്സ് പവർ 4. ഞാൻ എന്ത് ചെയ്യാണ്? ബാക്കിയുള്ള കോമൺ ആയിട്ടുള്ള ടേംസ് ഒക്കെ എന്ത് ചെയ്യാണ്? റീഅറേഞ്ച് ചെയ്യാണ്. അഡീഷൻ ചെയ്യാനുള്ളതൊക്കെ എന്ത് ചെയ്യാണ്? ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. ഏതിനെ? ഈ എൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യാണ്? റീഅറേഞ്ച് ചെയ്യാണ്. സോ എങ്ങനെ പറയാൻ പറ്റും? മൈനസ് എക്സ് പവർ 4 ഉണ്ട്, പ്ലസ് 4x ക്യൂബ് ഉണ്ട് രണ്ടാമത്തെ ടേം, മൈനസ് 6x സ്ക്വയർ ഉണ്ട് മൂന്നാമത്തെ ടേം, മൈനസ് 6x സ്ക്വയർ ഉണ്ട് മൂന്നാമത്തെ ടേം. ഇവിടെ ഒരു മൈനസ് 4x ഉണ്ട്, അത് പ്ലസ് 4x അല്ലേ? അപ്പോൾ മൈനസ് ഓഫ് ഇവിടെ ഒരു മൈനസ് ഉണ്ടായതുകൊണ്ട് മൈനസ് ഓഫ് മൈനസ് 4x ഉണ്ടാവും, പ്ലസ് 4x ആവും. അപ്പോൾ മൈനസ് 2x ഉണ്ട് അല്ലേ? അപ്പോൾ പ്ലസ് 4x മൈനസ് 2x എത്രയാണ്? പ്ലസ് 2x പ്ലസ് 1 ഉണ്ട്, മൈനസ് 1 ഉണ്ട്, മൈനസ് 1 ഉണ്ട്, ഒരു പ്ലസ് 2 ഉണ്ട്. സോ എന്താണ്? പ്ലസ് 1 എന്ന് പറയാൻ പറ്റും. സോ ഈ എൻ്റയർ ടേമിന് പകരമായിട്ട് സോ എന്ത് ചെയ്യും? ഈ എൻ്റയർ ടേമിന് പകരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഇത് എഴുതാൻ പറ്റും എന്നുള്ളതാണ് അവിടെ കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? അപ്പം ഈ ഇക്വേഷൻ ഞാൻ മാറ്റി എഴുതാം. ഇക്വേഷൻ മാറ്റി എഴുതുന്ന സമയത്ത് എങ്ങനെ വരും? 2 എന്ന് പറയുന്ന ഇക്വേഷൻ ഞാൻ ചെയ്യുന്ന സമയത്ത് 1 മൈനസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ എഫ് ഓഫ് 1 മൈനസ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു 1 മൈനസ് എക്സ് മൈനസ് ഓഫ് 1 മൈനസ് എക്സിൻ്റെ ഹോൾ പവർ 4ന് പകരം എനിക്ക് മൈനസ് എക്സ് പവർ 4 മൈനസ് എക്സ് പവർ 4 പ്ലസ് 4x ക്യൂബ് മൈനസ് 6x സ്ക്വയർ 4x ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ? സോ ഓക്കെ, അപ്പോൾ ഇത് ഞാൻ തേർഡ് എന്ന് പറഞ്ഞിട്ട് നെയിം ചെയ്യാം. അപ്പോൾ 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഒന്ന് ഏതാണ്? ഈ ഒരു ഇക്വേഷൻ 1 അല്ലേ? എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് 1 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 2x മൈനസ് എക്സ് പവർ 4 എന്ന് പറയുന്ന ഇക്വേഷൻ. രണ്ടാമത് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, വലിയൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് 1 മൈനസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ പ്ലസ് ഇൻറ്റു എഫ് ഓഫ് 1 മൈനസ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് പവർ 4 പ്ലസ് 4x ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. അത് മാറ്റി എഴുതിയിട്ട് വേണം ബാക്കി പ്രൊസീഡ് ചെയ്യാൻ. യെസ്, എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് 1 മൈനസ് എക്സ് ഓഫ് 1 മൈനസ് എക്സ് ഈക്വൽ ടു 2x മൈനസ് എക്സ് പവർ 4 എന്ന് പറയുന്ന ഇക്വേഷനും 2x മൈനസ് എക്സ് പവർ 4 1 മൈനസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് 1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് 1 മൈനസ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് പവർ 4 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് പവർ 4 പ്ലസ് 4x ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 പ്ലസ് 2x പ്ലസ് 1 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും.
ഓക്കെ, രണ്ട് ഇക്വേഷൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. 1 മൈനസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് പവർ 4 പ്ലസ് 4x ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. യെസ്. ആൻഡ് എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് 1 മൈനസ് എക്സ് 2x മൈനസ് എക്സ് പവർ 4 1 മൈനസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ എഫ് ഓഫ് 1 മൈനസ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ മൊത്തം മാറ്റി എഴുതേണ്ടി വരും. സോ എന്താ ചെയ്യുക, ശ്രദ്ധിച്ചിട്ട് എഴുതാം. ഓക്കെ, സോ ഇവിടെ നോക്കേണ്ട കാര്യം, ഞാനിവിടെ ഒരു കാര്യം സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുകയാണ് ഒന്നുകൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. കാൽക്കുലേഷൻ ഒന്നുകൂടെ കാണുമ്പോൾ ടേംസിൻ്റെ ഒരു വലിപ്പം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എഫ് ഓഫ് എക്സിന് പകരം ഞാൻ എ എന്ന് കൊടുത്തു, എഫ് ഓഫ് 1 മൈനസ് എക്സിന് പകരം ബി എന്ന് കൊടുത്തു. മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എഫ് ഓഫ് എക്സിനാണ് സോൾവ് ചെയ്യുന്നത്. ലൈക്ക് എങ്ങനെയെങ്കിലും എഫ് ഓഫ് 1 മൈനസ് എക്സിന് പുറത്ത് ചാടിക്കണം, അതായത് ബിയെ പുറത്ത് ചാടിക്കലാണ് നമ്മുടെ ടാസ്ക്. എന്നിട്ട് എഫ് ഓഫ് എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കലാണ് ടാസ്ക്. സോ ഞാൻ മാറ്റി എഴുതാണ് വീണ്ടും ഇക്വേഷൻസിന്. അപ്പോൾ എന്തായി, എ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സിന് പകരം എ കൊടുക്കാം പ്ലസ് ബി ഇസ് ഈക്വൽ ടു 2x മൈനസ് എക്സ് പവർ 4. ആൻഡ് രണ്ടാമത്തെ ഇക്വേഷൻ എന്തായി മാറിയിട്ടുണ്ട്, 1 മൈനസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ ഇൻറ്റു എ, സോറി ബി ആണ്, ബി എഫ് ഓഫ് 1 മൈനസ് എക്സ് അല്ല അവിടെ ഉള്ളത്, പ്ലസ് എ ഈക്വൽ ടു എന്ത് പറയാൻ പറ്റും, മൈനസ് എക്സ് പവർ 4 പ്ലസ് 4x ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ ഞാൻ ഇതിനെ 4 5 എന്ന് പറഞ്ഞിട്ട് നെയിം ചെയ്യും. നമ്മൾ 4ഉം 5ഉം നോക്കിയേ, നമ്മളുടെ ടാസ്ക് എന്താ, ബിയെ ഒഴിവാക്കണം, എ കിട്ടണം അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, ഈ 4 എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്ത് ചെയ്യും, നമ്മൾ 1 മൈനസ് എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താ, നിങ്ങൾ ശ്രദ്ധിച്ചു, ഇവിടെ എന്താണ്, ഈ ബി ആണല്ലോ പുറത്താക്കേണ്ടത്. ഇവിടെ 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ബി ഉണ്ട്, ഇവിടെ ബി ഉണ്ട് അല്ലേ. അപ്പം ഇതിന് പുറത്താക്കണമെങ്കിൽ ഇത് ഞാൻ എന്ത് ചെയ്യും, 1 മൈനസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷൻസ് 4ഉം 5ഉം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബിയുടെ ടേം എന്തായും പുറത്തായി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്, ഫോർത്ത് ഇക്വേഷനെ ഞാൻ 1 മൈനസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഇവിടെ നോക്കണേ, ഇവിടെ ഫോർത്ത് ടേമിൽ എന്താണ്, ഫോർത്ത് ഇക്വേഷനിൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി ഉണ്ട് ഈക്വൽ ടു 2x മൈനസ് എക്സ് പവർ 4 ഉണ്ട്. ഫിഫ്ത്തിൽ എന്താണ്, 1 മൈനസ് എക്സ് സ്ക്വയർ 1 മൈനസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ ഇൻറ്റു ബി ഉണ്ട്. ഇവിടെ ഈ ഇക്വേഷൻ ഞാൻ ബി കൊണ്ട് മൊത്തത്തിൽ 1 മൈനസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ ബി ഇൻറ്റു 1 മൈനസ് എക്സിൻ്റെ ഹോൾ സ്ക്വയറിന് ടേം വരില്ലേ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻസ്, ഫോർത്തും ഫിഫ്ത്ത് ഇക്വേഷൻസും മൈനസ് ചെയ്യുന്ന സമയത്ത് എന്താവും, ബിയുടെ ടേം ക്യാൻസൽ ആവും അല്ലേ. നമ്മൾ എലിമിനേഷൻ മെത്തേഡ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. നോർമൽ നമ്പേഴ്സിന് എങ്ങനെയാണോ എലിമിനേഷൻ മെത്തേഡ് ചെയ്യാറുള്ളത്, അതേ മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, അത് തമ്മിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ആ ഒരു മെത്തേഡാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഫോർത്ത് ഇക്വേഷൻ ഞാൻ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാണ്, 1 മൈനസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, എ എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ, ഓരോ ടേം എന്ത് ചെയ്യണം, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 മൈനസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, വിച്ച് ഈസ് 2x മൈനസ് എക്സ് പവർ 4 ഇൻറ്റു 1 മൈനസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ എന്ന് പറയാൻ പറ്റും. സിമിലർലി താഴത്തെ ഇക്വേഷൻ ഒരു മാറ്റവും ഇല്ലാതെ ഞാൻ ഇവിടെ എഴുതാണ്. ഇവിടെ 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ബി എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ടായിരുന്നു, അത് ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ എഴുതാം, പ്ലസ് ബി ഇൻറ്റു 1 മൈനസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ. ഇവിടെ എന്താണ്, എ ആണുള്ളത്, വിൽ ബി ഈക്വൽ ടു മൈനസ് എക്സ് പവർ 4 പ്ലസ് മൈനസ് എക്സ് പവർ 4 പ്ലസ് 4x ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ രണ്ട് ഇക്വേഷൻസ് മൈനസ് ചെയ്യട്ടെ. ഈ രണ്ട് ഇക്വേഷൻസ് മൈനസ് ചെയ്യുന്ന സമയത്ത് എന്താ വരിക, ഈ ടേമും ക്യാൻസൽ ആവും. അതായത് ബിയുടെ ടേമുകൾ പരസ്പരം ക്യാൻസൽ ആയിട്ട് ബാക്കി എന്താവും, എയുടെ മാത്രം ഇക്വേഷൻ ആയിട്ട് മാറും. 1 മൈനസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ മൈനസ് എ, ഓക്കെ, ഈക്വൽ ടു 2x മൈനസ് എക്സ് പവർ 4 ഇൻറ്റു 1 മൈനസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് പവർ 4 പ്ലസ് 4x ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്നുള്ള രീതിയിൽ എന്താവും ഇക്വേഷൻ മാറുന്നത്. ഓക്കെ, സോ നമുക്ക് കോമൺ ആയിട്ട് ഉള്ള ടേംസ് ഒക്കെ എടുത്തിട്ട് റീഅറേഞ്ച് ചെയ്യാം. സോ എങ്ങനെ ചെയ്യാൻ നോക്കാം. എ കോമൺ ആക്കി എടുക്കാം, രണ്ട് ഇക്വേഷൻ ഒന്നും അല്ലേ. അപ്പം എ എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ മൈനസ് ചെയ്യേണ്ട. അപ്പം ഞാൻ എ കോമൺ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരാം, എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതാം. ആൻഡ് വിൽ ബി ഈക്വൽ ടു എന്താണ്, 2x ഇൻറ്റു 2x മൈനസ് എക്സ് പവർ 4 2x മൈനസ് എക്സ് പവർ 4 ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഹോൾ സ്ക്വയർ 1 മൈനസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ 1 മൈനസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ മൈനസ് എന്ത് പറയാം, എക്സ് പവർ 4 പ്ലസ് 4x ക്യൂബ് പവർ 4 പ്ലസ് 4x ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 മൈനസ് 6x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. ഇനി എന്താണ്, ഈ ഓരോ ടേമുകൾ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്ത് നോക്കണം. ലൈക്ക് എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്ത് നോക്കണം അല്ലേ. ഈ ടേമുകളൊക്കെ എക്സ്പാൻഡ് ചെയ്തിട്ട് വേണം റെഡ്യൂസ് ചെയ്യാൻ. സോ ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ടേം ആദ്യം എടുക്കുക, അപ്പം എ ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ മൈനസ് 1 ചെയ്ത് നോക്കാം. ഈ ഒരു ടേം ഞാൻ ഓൾറെഡി ആദ്യം എടുക്കുകയാണ്, എന്നിട്ട് ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ എന്താ വരിക, ഇവിടെ എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ എന്താ, 1 പ്ലസ്
എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 1 എന്ന് എഴുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പവർ 4 മൈനസ് 2x³ ഓക്കെ മൈനസ് 1 എന്ന് എഴുതാം. സോ എന്തായി, ഈ എൻ്റെ ഇക്വേഷന് പകരം എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ മൈനസ് 1 പകരം എന്ത് ചെയ്യാം, എനിക്ക് എക്സ് പവർ 4 മൈനസ് 2x³ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്നുള്ളത് കൊടുക്കാൻ പറ്റും. സോ എ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പവർ 4 മൈനസ് 2x³ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്നുള്ള രീതിയിൽ ഇത് എഴുതാൻ പറ്റും. LHS ഞാൻ കംപ്ലീറ്റ്ലി മാറ്റി എഴുതിയിട്ടുണ്ട്. ഇനി RHS ചെയ്യാം. സോ എന്ത് ചെയ്യാം, RHS ചെയ്ത് നോക്കാം. RHSലെ ഫസ്റ്റത്തെ ടേം എടുക്കാം. ഈ ഒരു ടേം നോക്കിയേ, ഈ ഒരു ടേമാണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ടേം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം, ഈ ഒരു ടേം എടുക്കാം. ഈ ഒരു ടേം എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2x മൈനസ് എക്സ് പവർ 4 ഇൻറ്റു 1 മൈനസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ എങ്ങനെ എഴുതാം, 2x മൈനസ് എക്സ് പവർ 4 ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 2x എന്ന് എഴുതിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഓരോ ടേമുകളും മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 2x പ്ലസ് 2x³ മൈനസ് 4x സ്ക്വയർ മൈനസ് എക്സ് പവർ 4 മൈനസ് എക്സ് പവർ 6 പ്ലസ് 2x പവർ 5 എന്ന് എഴുതാം. ഓക്കെ ആണോ, അങ്ങനെ എഴുതാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ലൈക്ക് എന്തായി, RHSലെ ഈ ഒരു ടേം ഞാൻ എന്ത് ചെയ്തിട്ട് മാറ്റി എഴുതുകയാണ്. പിന്നെ എന്തുണ്ട്, നമുക്ക് ഈ ഒരു ടേമും കൂടെ അല്ലേ, ഈ ഒരു ടേമും കൂടെ അല്ലേ, ഈ ഒരു ടേമും കൂടെ ഉണ്ട് അല്ലേ, ഈ ഒരു ടേമും കൂടെ ഉണ്ട്. അതിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ തന്നെ എഴുതുകയാണ്, ഇവിടെ എഴുതുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൈനസ് എക്സ് പവർ 4 മൈനസ് മൈനസ് എക്സ് പവർ 4 മൈനസ് 4x³ പ്ലസ് 6x സ്ക്വയർ മൈനസ് 2x മൈനസ് 1 എന്നുള്ള രീതിയിൽ ആ എൻ്റെയർ RHSനെ എനിക്ക് മാറ്റി എഴുതാൻ പറ്റും. എന്നിട്ട് ഞാൻ മൈനസ് ചെയ്യുന്ന സമയത്ത് എന്താ വരിക, ഇവിടെ 2x³ ഉണ്ട്, മൈനസ് 4x² കോമൺ ആയിട്ട് മാറ്റാൻ പറ്റുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ലൈക്ക് ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഏതൊക്കെയാണ് ടേംസ് ഉണ്ട്, 2x³ ഉണ്ട്, ഇവിടെ 4x² ഉണ്ട്, മൈനസ് എക്സ് പവർ 4x പവർ 6 5 ഉണ്ട്, 4 3 2 6 2 1 എക്സ് പവർ 4 മൈനസ് എക്സ് പവർ 4 ലൈക്ക് ഐ ഗസ് ലൈക്ക് നമുക്ക് മൈനസ് മിസ്സായിട്ടുണ്ട്. യെസ്, ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലേ. യെസ്, ഇവിടെ ഈ മൈനസ് ഇവിടെ ഓൾറെഡി മൈനസ് എക്സ് പവർ 4 എന്നിട്ട് ഒരു മൈനസ് ഉണ്ട്, എക്സ് പവർ 4 ഒരു മൈനസ് ഉണ്ട്. സോ എന്താണ്, ആ ഒരു മൈനസ് വിട്ടുപോയിട്ടുണ്ട്. സോ ആ മൈനസും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്താവും, ഇവിടെ പ്ലസ് ആവും. അതാണ് വ്യത്യാസം. സോ ആ മിസ്റ്റേക്ക് വന്നതാണ്. സോ എന്ത് പറയാൻ പറ്റും, ഇവിടെ എന്ത് ചെയ്യാം, ഈ എക്സ് പവർ 4 മൈനസ് എക്സ് പവർ 4 ക്യാൻസൽ ആവും. ബാക്കിയുള്ളത് എഴുതാം. ബാക്കിയുള്ളത് എഴുതുകയാണെങ്കിൽ എന്ത് പറയാം, മൈനസ് 4x³ ഉണ്ട്, 6x² ഉണ്ട്, മൈനസ് 4x² ഉണ്ട്. സോ എന്താണ് 2x² എന്ന് പറയാം, ഈ ഒരു ടേമും ഈ ഒരു ടേമും. അതുപോലെ തന്നെ മൈനസ് 4x³ ഉണ്ട്, പ്ലസ് 2x³ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മൈനസ് 2x³ എന്ന് പറയാം. ആൻഡ് മൈനസ് 2x ഇവിടെ പ്ലസ് 2x ഇത് തമ്മിൽ എന്ത് ചെയ്യും, ക്യാൻസൽ ആയി പോകും. മൈനസ് 2x പ്ലസ് 2x ക്യാൻസൽ ആയി പോകും. പിന്നെ എന്താ ഉള്ളത്, ഇവിടെ ഒരു മൈനസ് 1 ഉണ്ട്, ഇതെടുത്ത് മൈനസ് 4x³ മൈനസ് പിന്നെ ഉള്ളത് മൈനസ് എക്സ് പവർ 6 ഉണ്ട്, പ്ലസ് 2x പവർ 5 ഉണ്ട്, മൈനസ് 1 എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ റെഡ്യൂസ് ആകും. അപ്പോൾ ഫൈനലി നമുക്ക് ഇക്വേഷൻ കിട്ടിയുള്ളത് ഈ ഒരു ഫോർമാറ്റിലാണ്. 2x² ഇവിടെ LHS കിട്ടിയുള്ളത് a ഇൻറ്റു എക്സ് പവർ 4 മൈനസ് a ഇൻറ്റു എക്സ് പവർ 4 മൈനസ് 2x³ പ്ലസ് x² മൈനസ് 1 2x³ പ്ലസ് x² മൈനസ് 1 will be equal to എന്താണ്, 2x² മൈനസ് 2x³ 2x² മൈനസ് x³ 2x³ സോറി 2x³ ആൻഡ് മൈനസ് എക്സ് പവർ 6 പ്ലസ് 2x പവർ 5 മൈനസ് എക്സ് പവർ 6 പ്ലസ് 2x പവർ 5 മൈനസ് 1 എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇക്വേഷൻ റെഡ്യൂസ് ആയിട്ടുണ്ട്. സോ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, എയുടെ വാല്യൂ കാണുന്ന സമയത്ത് എന്താ, a ഈക്വൽ ടു ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ഡിക്രീസിങ് പവർ ഓഫ് പവർ ലൈക്ക് പവറിൻ്റെ ടേംസിൽ ഞാൻ ലൈക്ക് റീഅറേഞ്ച് ചെയ്യാണ് RHS. സോ എങ്ങനെ എഴുതാൻ പറ്റും, മൈനസ് എക്സ് പവർ 6 ലൈക്ക് പിന്നെ വരുന്നത് 2x പവർ 5 മൈനസ് 2x³ പ്ലസ് 2x² മൈനസ് 1 ഡിവൈഡഡ് ബൈ എന്ത് പറയാം, എക്സ് പവർ 4 മൈനസ് 2x³ പ്ലസ് x² മൈനസ് 1 എന്ന് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ ഇത് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് എന്താ വരുന്നത്, എക്സ് പവർ 6 മൈനസ് സോറി പോളിനോമിയൽ ഡിവിഷൻ ചെയ്യുക, 2x പവർ 5 സോറി 2x പവർ 5 മൈനസ് 2x³ പ്ലസ് 2x² മൈനസ് 1 ഡിവൈഡഡ് ബൈ എന്താ പറയാം, എക്സ് പവർ 4 മൈനസ് 2x³ പ്ലസ് x² മൈനസ് 1 എന്ന് പറയാം. സോ എന്ത് ചെയ്യുക, എക്സ് പവർ 6 ബൈ എക്സ് പവർ 4 മൈനസ് x² വരും,
minus x power 6 plus 2x power 5 minus x power 4 plus x square. ഓക്കെ ആണല്ലോ. സോ എന്ത് ചെയ്യണം, ഇവിടെ അത് ക്യാൻസൽ ആയി പോകും ഈ ഒരു ടേം, ബാക്കി ഈ ടേമും ക്യാൻസൽ ആയി പോകും. ബാക്കി എന്താ വരുന്നത്, ബാക്കി വരുന്നത് മൈനസ് എക്സ് പവർ 4 സോറി പ്ലസ് എക്സ് പവർ 4 മൈനസ് ഓഫ് മൈനസ് എക്സ് പവർ 4 ആണ്, വിച്ച് ഈസ് പ്ലസ് എക്സ് പവർ 4 മൈനസ് 2x ക്യൂബ് പ്ലസ് 2x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്താണ്, അത് എക്സ് സ്ക്വയർ ആണ്, പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 വിച്ച് ഈസ് എക്സാക്ട്ലി ദിസ് ടേം റൈറ്റ്. ഇതെന്താണ്, രണ്ട് ടേമും സെയിം ആണ്. സോ എന്താ പ്ലസ് 1 എക്സ് പവർ 4 മൈനസ് 2x ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 വരും. സോ എന്താണ് 0 വരും. സോ എന്താണ് എ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, അതായത് എക്സ് പവർ 4 മൈനസ് 2x ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ പവർ 4 മൈനസ് 2x ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതാം. സോ ഞാൻ ഇവിടെ അത് ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരാം, ഓക്കെ, ബാക്കി എന്താ വരുന്നത്, എയുടെ വാല്യൂ 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത്രയും ചെയ്തത് എ കണ്ടുപിടിക്കുകയാണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്, എഫ് ഓഫ് എക്സിന് പകരമാണ് കണ്ടെത്തിയാൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് എ എന്ന് കൊടുത്തുള്ളത്. സോ എയുടെ വാല്യൂ എന്താണ്, 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും, വിച്ച് ഈസ് എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കുറച്ച് ലെങ്തിയർ ആയിട്ടുള്ള പ്രോസസ്സാണ്, തെറ്റുകൾ വരുത്താൻ ചാൻസുകളുണ്ട്, ഒരുപാട് സ്റ്റിക്സ് വരുത്താൻ, ഒരുപാട് കാൽക്കുലേഷൻ ഇൻറ്റൻസീവ് ആണ് ഈ ഒരു പ്രോബ്ലം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇവിടെ തന്നിട്ടുള്ളത് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ, 2f of x പ്ലസ് 3f of 1 by x ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഫംഗ്ഷൻ 2f of x പ്ലസ് 3f of 1 by x ഈക്വൽ ടു എക്സ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് കാണണം അല്ലേ. ഓക്കെ, എങ്ങനെ കാണാം, ഇവിടെ തന്നിട്ടുള്ള ഒരു ഇക്വേഷനിലേ തന്നിട്ടുള്ളൂ, 2f of x പ്ലസ് 3f of 1 by x ഈക്വൽ ടു എക്സ് എന്ന് പറയാം. ഒറ്റ ഇക്വേഷൻ ഉള്ളൂ, നമുക്ക് എഫ് ഓഫ് 1 by x എലിമിനേറ്റ് ചെയ്യണം, എഫ് ഓഫ് എക്സ് കാണുകയും വേണം. ഇവിടെ ചെയ്യുന്നത് എക്സിന് പകരം 1 by x കൊടുക്കുക. എക്സിന് പകരം 1 by x കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, 2 ഇൻറ്റു എഫ് ഓഫ് എക്സിന് പകരം ഞാൻ എന്ത് ചെയ്യും, 1 by x കൊടുക്കും, പ്ലസ് 3 ഇൻറ്റു എഫ് ഓഫ് 1 by x പകരം എന്താവും, 1 by x അല്ലേ, അപ്പം എന്താവും, എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 1 by x. കണ്ടോ നിങ്ങൾ, ഇപ്പോൾ രണ്ട് ഇക്വേഷൻസ് ആയി. ഒരു ഇക്വേഷനിൽ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് 1 by x, മറ്റേ ഇക്വേഷനും എഫ് ഓഫ് 1 by x എഫ് ഓഫ് എക്സ് തമ്മിലുള്ള റിലേഷൻ തന്നെയാണ്. ഇപ്പോൾ രണ്ട് ഇക്വേഷൻ, രണ്ട് വേരിയബിൾ എന്ന് പറയുന്ന ടൈപ്പിലോട്ട് മാറിയില്ലേ. അങ്ങനെയാണെങ്കിൽ ഇനി എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക, ലൈക്ക് നോർമൽ എലിമിനേഷൻ മെത്തേഡ് ചെയ്യുന്ന പോലെ. ഞാൻ ഇതിന് 1 and 2 ഇക്വേഷൻസ് നെയിം കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ചെയ്യാം, 1നെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2നെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്താ വരിക, 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 4f of x പ്ലസ് എന്താ വരുന്നത് 6f of 1 by x വിൽ ബി ഈക്വൽ ടു 2x എന്ന് പറയാം. രണ്ടാമത്തത് 2നെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെയാണെങ്കിൽ 6f of 1 by x ഇവിടെ ഞാൻ എഴുതാം. 2നെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2 ഇൻറ്റു 3, അങ്ങനെയാണെങ്കിൽ 6 ഇൻറ്റു f of 1 by x പ്ലസ് 9 എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 3 by x എന്ന് പറയാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ ഇക്വേഷൻ മൈനസ് ചെയ്യുക. ഇക്വേഷൻ മൈനസ് ചെയ്യുന്ന സമയത്ത് എന്താ, ഈ ഒരു ടേം ക്യാൻസൽ ആവില്ലേ, ബാക്കി എന്താ ഉണ്ടാവുക, 4f of x മൈനസ് 9f of x, 4f of x മൈനസ് 9f of x വിൽ ബി ഈക്വൽ ടു 2x മൈനസ് 3 by x എന്ന് പറയാം. 4f of x മൈനസ് 9f of x എത്രയാണ്, മൈനസ് 5f of x വിൽ ബി ഈക്വൽ ടു 2x സ്ക്വയർ മൈനസ് 3 ഡിവൈഡഡ് ബൈ x ആണ്, വിച്ച് ഈസ് എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു എന്താണ്, 3 മൈനസ് 2x സ്ക്വയർ ഡിവൈഡഡ് ബൈ 5x ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. നമ്മൾ എടുത്തിട്ടുണ്ട് എന്താ ഉണ്ടായിരുന്നത്, ഒറ്റ ഇക്വേഷൻ ഉള്ളതായിരുന്നു അല്ലേ, എഫ് ഓഫ് എക്സ് എഫ് ഓഫ് 1 by x. എഫ് ഓഫ് എക്സ് കാണാൻ ചോദിച്ചു, അപ്പോൾ എഫ് ഓഫ് 1 by x എലിമിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, എക്സിന് പകരം 1 by x ഇട്ട് കൊടുത്തിട്ട് മറ്റൊരു ഇക്വേഷൻ ജനറേറ്റ് ചെയ്തു. അപ്പോൾ 2 വേരിയബിൾസും 2 ഇക്വേഷൻസ് എന്നുള്ള രീതിയിലോട്ട് മാറി, ആ ഒരു ഫോർമാറ്റിലോട്ട് മാറി, അവിടെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ക്വസ്റ്റ്യനായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് സെഷനിലോട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് പറയുന്ന എൻ്റെ ടോപ്പിക്കിൽ അവസാനത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഒരു പ്രീ ആർമോ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ തന്നിട്ടുള്ള എന്താണ്, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x² പ്ലസ് ax പ്ലസ് ബി ആണ്. ഫോർ ഓൾ നോൺ സീറോ റിയൽ എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് 1 by x എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് 1 by x ആണ്. ആൻഡ് ദ റൂട്ട്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആർ ഇൻറ്റിജേഴ്സ്. എൻ്റെ റൂട്ട്സ് എന്താണ്, ഇൻറ്റിജേഴ്സ് ആണ് തന്നിട്ടുണ്ട്. ഏതിൻ്റെ റൂട്ട്സ് ആണ്, ഇവിടെ x² പ്ലസ് ax പ്ലസ് ബിയുടെ റൂട്ട്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ a² പ്ലസ് b² എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ ചെയ്യാം, തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതാം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x² പ്ലസ് ax പ്ലസ് ബി ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് എഫ് ഓഫ് എക്സ് പ്ലസ് 1 by x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് 1 by x. നമ്മൾ ഇത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. എന്താണ് എഫ് ഓഫ് എക്സ് പ്ലസ് 1 by x കാൽക്കുലേറ്റ് ചെയ്യും, അതുപോലെ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് 1 by x കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാൻ നോക്കും, എന്താ നടക്കാൻ നോക്കാം. ഓക്കെ,
അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് വൺ ബൈ എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് പ്ലസ് വൺ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ എക്സിന് പകരമൊക്കെ എന്ത് ചെയ്യണം? എക്സ് പ്ലസ് വൺ ബൈ എക്സ് കൊടുക്കണം. ഇവിടെ എഫ് ഓഫ് എക്സ് പ്ലസ് വൺ ബൈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് വൺ ബൈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സിന് പകരം ഒക്കെ എന്ത് ചെയ്യണം? എക്സ് പ്ലസ് വൺ ബൈ എക്സ് കാണണം. ഈ ഇക്വേഷനിൽ നിങ്ങൾ എവിടെയൊക്കെ എക്സ് കാണുന്നുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ് പ്ലസ് വൺ ബൈ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ എങ്ങനെ ചെയ്യാം? എഫ് ഓഫ് എക്സ് പ്ലസ് വൺ ബൈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇവിടെ എക്സ് സ്ക്വയർ ഇല്ലേ? അപ്പോൾ ഞാൻ എക്സ് പ്ലസ് വൺ ബൈ എക്സിൻ്റെ ഹോൾ സ്ക്വയർ പ്ലസ് എ ഇൻറ്റു എക്സ് ഇല്ലേ? അതിൻ്റെ എക്സ് പ്ലസ് വൺ ബൈ എക്സ് പ്ലസ് ബി എന്നുള്ള രീതിയിൽ എഴുതാം. ഇത് എക്സ്പാൻഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2 പ്ലസ് എ എക്സ് പ്ലസ് എ ബൈ എക്സ് പ്ലസ് ബി എന്ന് എഴുതാം, വിച്ച് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് വൺ ബൈ എക്സ് എ ഇൻറ്റു എക്സ് പ്ലസ് വൺ ബൈ എക്സ് പ്ലസ് ബി പ്ലസ് 2 എന്നുള്ള രീതിയിൽ എഴുതാം. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൺ ബൈ എക്സ് കാണാണ്. ഇവിടെ എഫ് ഓഫ് എക്സ് അറിയാലോ, എഫ് ഓഫ് എക്സ് എന്താണ്? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ് അല്ലേ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി ആണ്. എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി ആണ്. എഫ് ഓഫ് എക്സ് ഓൾറെഡി അറിയാം. എഫ് ഓഫ് വൺ ബൈ എക്സ് എന്താ? നമ്മൾ എഫ് ഓഫ് എക്സ് പ്ലസ് വൺ ബൈ എക്സ് കണ്ടേ അല്ലേ? എഫ് ഓഫ് വൺ ബൈ എക്സ് എങ്ങനെ കാണാം? എക്സിലോടത്തൊക്കെ എന്ത് ചെയ്യുക? വൺ ബൈ എക്സ് ആണ്. നേരത്തെ എക്സ് പ്ലസ് വൺ ബൈ എക്സ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇപ്പം എന്ത് ചെയ്യുക? എക്സിലോടത്തൊക്കെ വൺ ബൈ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എന്താണ്? വൺ ബൈ എക്സിൻ്റെ ഹോൾ സ്ക്വയർ പ്ലസ് എ ബൈ എക്സ് പ്ലസ് ബി എന്ന് പറയാം, വിച്ച് ഈസ് വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ ബൈ എക്സ് പ്ലസ് ബി. അതായത് ഞാൻ ആർ എച്ച് എസ് ഇല്ലേ, ഇവിടെ ആർ എച്ച് എസ് ഇല്ലേ, ഏതാണ് തന്നുള്ളത്? എഫ് ഓഫ് എക്സ് പ്ലസ് വൺ ബൈ എഫ് ഓഫ് വൺ ബൈ എക്സ്. അത് ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുക? എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൺ ബൈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഓൾറെഡി അറിയാം, എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ ബൈ എക്സ് പ്ലസ് ബി എന്നുള്ള രീതിയിലോട്ട് മാറ്റാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് വൺ ബൈ എക്സ് പ്ലസ് 2b എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ? സോ അത് തമ്മിൽ ഈക്വൽ എന്നല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാം, ആൻഡ് ഇവിടെ ഞാൻ ഇതിനെ 2 എന്ന് മാർക്ക് ചെയ്യാം. ഈ രണ്ട് ഇക്വേഷൻസ് ഈക്വൽ എന്നല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എഫ് ഓഫ് എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൺ ബൈ എക്സ് എന്നുള്ളതല്ല പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ എന്ത് ചെയ്യാണ്? ഈ 1ഉം 2ഉം ഇക്വേറ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് വൺ ബൈ എക്സ് പ്ലസ് 1 ബൈ എക്സ് പ്ലസ് ബി പ്ലസ് 2 വിൽ ബി ഈക്വൽ ടു എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് വൺ ബൈ എക്സ് പ്ലസ് 2b എന്ന് പറയാം. കോമൺ ആയിട്ടുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ, എ ഇൻറ്റു എക്സ് പ്ലസ് വൺ ബൈ എക്സ്, എ ഇൻറ്റു എക്സ് പ്ലസ് വൺ ബൈ എക്സ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക? ലൈക്ക് എന്താണ്? 2b ഈസ് ഈക്വൽ ടു ബി പ്ലസ് 2 എന്ന് പറയാം, വിച്ച് ഈസ് ബി ഈസ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് കിട്ടും. ബി ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അതായത് തന്നിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി ആണ്. അവിടെ ബിയുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്, ബി ഈസ് ഈക്വൽ ടു 2 എന്നുള്ളത്. അങ്ങനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് 2 ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് 2 എന്താ ചെയ്ത് ബിക്ക് പകരം 2 ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ ആണല്ലോ? ഇനി ഇതിൻ്റെ റൂട്ട്സ്, സപ്പോസ് ലൈക്ക് ഇതിൻ്റെ റൂട്ട്സ് ആൽഫ ബീറ്റ ആണെന്നുണ്ടെങ്കിൽ സം ഓഫ് ദ റൂട്ട്സും പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് അറിയാലോ. അങ്ങനെയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് എ അല്ലേ, ആൻഡ് ആൽഫ ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അല്ലേ. എന്താണ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ റൂട്ട്സ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ നെഗറ്റീവ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. അതുപോലെ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ടേം ഡിവൈഡ് ബൈ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? ഓക്കെ. സോ എങ്ങനെയാണ് ഇവിടെ നിന്ന് ലൈക്ക് നമ്പേഴ്സ് ഗസ് ചെയ്യാൻ പറ്റും. കാരണം എന്താ അറിയോ? ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. അതായത് തന്നിട്ടുള്ളത്, അതായത് ഇവിടെ നോക്കിയേ, റൂട്ട്സ് ഓഫ് ദ എഫ് ഓഫ് എക്സ് ആർ ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റൂട്ട്സ് എന്താണ്? ഇൻറ്റീജേഴ്സ് ആണ്. സോ എന്താണ് ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇൻറ്റീജേഴ്സ് ആയിട്ട് രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടാനുള്ള പോസിബിലിറ്റി എന്താ? ആൽഫ ബീറ്റ 2, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എന്താണ്? 2 കിട്ടണം. എന്താണ്? ഗിവൺ ദാറ്റ് രണ്ട് റൂട്ട്സും എന്താണ്? ഇൻറ്റീജേഴ്സ് ആണ്. ഇൻറ്റീജേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്? ഒന്നെങ്കിൽ 2 1 ആവാം ആൽഫ ബീറ്റ, അല്ലെങ്കിൽ -2 -1 ആവും. ഓക്കെ ആണല്ലോ? നമുക്ക് എന്താണ് കാണാൻ പറഞ്ഞുള്ളത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് കാണാൻ പറഞ്ഞുള്ളത്. അപ്പം ലൈക്ക് ആൽഫ ബീറ്റയുടെ വാല്യൂസ് എന്തൊക്കെയാവാം? 2 1 റെസ്പെക്റ്റീവ്ലി ആവാം, -2 -1 ആവാം. ഏതായി കഴിഞ്ഞാലും കുഴപ്പമില്ല. ലൈക്ക് കാരണം എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. കാരണം ലൈക്ക് സ്പെസിഫിക്കലി നമുക്ക് എന്താണ് എ ബി കാണേണ്ട ആവശ്യമില്ല, കാരണം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് കാണേണ്ടത്. ഓക്കെ. സോ എന്താണ്? ഇപ്പോൾ 2 1 ഉണ്ട്, -2 -1 ആണ് പോസിബിലിറ്റീസ് ഉള്ളത്. സോ എന്താണ്? ലൈക്ക് അപ്പം എയുടെ വാല്യൂ ഇവിടെ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തുകൂടെ? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ആണ്. സോ എന്താ പറയാം? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ആണ്. ആൽഫയുടെ ബീറ്റയുടെ വാല്യൂസ് പോസിബിലിറ്റീസ് ഒക്കെ ഏതൊക്കെയാണ്? 2 1 -2 -1 ആണ്.
2 1 ആണെങ്കിൽ എന്താ അവസ്ഥ? മൈനസ് ഓഫ് 3 അല്ലേ വരിക? യെസ് 2 + 1 3. ഈ -2 -1 ആണെങ്കിലോ അതെന്താണ്? മൈനസ് ഓഫ് -3 വരും, വിച്ച് ഈസ് 3 ആ വരിക. രണ്ടായി കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പം അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പോൾ a = -3 ആണോ a 3 ആണോ എടുക്കേണ്ടതെന്നുള്ളത്. രണ്ടായാലും കുഴപ്പമില്ല. കാരണം നമുക്ക് കാണേണ്ടത് a² + b² വാല്യൂ കാണേണ്ടത്. നമുക്ക് എന്താണ് a സ്പെസിഫിക്കലി എന്ന് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താ a² + b² വാല്യൂ ആണ് കാണേണ്ടത്. -3യുടെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാലും 3യുടെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാലും സെയിം തന്നെയാണ്. അപ്പോൾ എന്താ 3യുടെ സ്ക്വയർ + b² എന്താണ് 4 എന്ന് എഴുതാം. 2യുടെ സ്ക്വയർ bയുടെ വാല്യൂ 2 ആണ്. സോ 2യുടെ സ്ക്വയർ എന്ന് എഴുതാം. സോ ലൈക്ക് 9 + 4 വിച്ച് ഈസ് ഈക്വൽ ടു 13 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. സോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് മാക്സിമം സോഴ്സസ് നിന്ന് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നിങ്ങൾ പരമാവധി പ്രാക്ടീസ് ചെയ്യാം. പിന്നെ പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? നിങ്ങൾ വീഡിയോ സൊല്യൂഷൻസ് ആദ്യം കാണരുത്. എന്ത് ചെയ്യുക? നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ലൈക്ക് എന്ത് ചെയ്യുക? നിങ്ങളുടേതായുള്ള അപ്രോച്ചുകൾ എപ്പോഴും ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഇത് കഴിയുന്ന ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? DPPs പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യുക? സ്ട്രക്ചേർഡ് ആയിട്ട് ജെനുവിൻ ആയിട്ട് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. ലൈക്ക് എന്ത് ചെയ്യുക? എന്നാൽ മാത്രമേ ലൈക്ക് ആ പ്രോബ്ലം സോൾവിങ് അപ്രോച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡെവലപ്പ് ആവുള്ളൂ. ഇത്രയാണ് ഈ ഒരു സെഷനിലുള്ളത്. താങ്ക് യു.